Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon. Good afternoon. ഞാൻ വന്നിട്ട് ഇഷ്ടമായില്ല. Ma'am, Happy New Year. Happy New Year. Very, very, very happy New Year. Happy New Year, ma'am. Happy New Year. ഇന്ന് അവധിയാണല്ലോ, കുട്ടികൾക്കൊക്കെ അവധിയാണല്ലേ? മക്കളൊക്കെ കൂടെ ഉണ്ടോ? ഇല്ല മാം, ഇന്ന് സ്കൂൾ തുറന്നു ഇവിടെ. ആണോ? അതെവിടെയാ? ബാംഗ്ലൂരാ. നമുക്ക് കേരളത്തിൽ അവധിയാ. അതെയോ? അവധിയാ. മന്നം ജയന്തി. Okay, prayer. Yeah, yes, please. Good afternoon, Miss. Good afternoon, my friends. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാൻ എത്രയും മനോജ്ഞമായി സുഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. Okay, then what's next? Quotes of Chanakya. The flame of him who hated the courage to call truth truths. സത്യങ്ങൾ വിളിച്ചു പറയാനുള്ള ധൈര്യം കാണിക്കുന്നവന്റെ നേരെ വെറുപ്പിന്റെ ജ്വാലയും ആളിപ്പടരും. സൈനിങ് ബൈ രാഖി. Okay, so New Year എന്ന് പറഞ്ഞാലും it is a continuation of 2024, right? Yes, ma'am. ഒന്നിന്റെ എൻഡ് അല്ല. We just proceeding with more energy. Like last year എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാരും കൂടെ ചേർന്ന ഒരു വർഷം. സോ ഇനിയുള്ള മീൻസ് ഒരു വർഷമാണ് കോഴ്സെങ്കിലും we will do the journey together. അപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് പരസ്പരം കോണ്ടാക്ട് ചെയ്തിട്ട് വിശേഷങ്ങളൊക്കെ പറയാലോ. സോ ഈ 1 year കൊണ്ടുള്ള ആ ബോണ്ടിങ് ദാറ്റ് വിൽ ബി ലൈക്ക് എ ലൈഫ് ജേർണി. ഓക്കെ, സോ ഇനീഷ്യലി വേണോ അതോ ലാസ്റ്റ് വേണോ? നമുക്ക് ഇതുവരെയുള്ള ഭാഗങ്ങളിൽ അസൈൻമെന്റ്, റിപ്പോർട്ട് റൈറ്റിംഗ്, സർവേ, അതിന്റെയൊക്കെ ഒരു ഡൗട്ട് ക്ലിയറൻസ് തുടക്കത്തിൽ വേണോ ലാസ്റ്റ് വേണോ? ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ലാസ്റ്റ് മതിയല്ലോ. ഇയർ അങ്ങ് തുടങ്ങാന്ന് വിചാരിച്ചു, ഇയറിൽ ചെയ്യാന്ന് വിചാരിച്ചിട്ടാ. അല്ലെങ്കിൽ കുറെ ഇവൻ റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നവർക്കും കുറെ ഡൗട്ട്സ് ഉണ്ടെന്ന് ഇങ്ങനെ മനസ്സിലായി. എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇങ്ങനെ കുറെ അവരുടെ കുറെ കൺസേൺസ് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഓർത്തു ജസ്റ്റ് ഇതുവരെ നമ്മൾ എടുത്തതിന്റെ ഒന്ന് ക്ലിയർ ചെയ്യാം നമുക്ക് ഈ ഒരു ദിവസം, എൻഡ് ഓഫ് ദി സെഷൻ. ഓക്കെ,
സോ നമ്മൾ എവിടെയായിരുന്നു? അപ്പൊ ഒന്നും പെൻഡിങ്ങിൽ വെക്കാതിരിക്കുക. ജസ്റ്റ് ഒരു ദിവസം നിങ്ങൾക്കൊരു ഹാഫ് ആൻ അവർ ഒക്കെ ഇതിന് വേണ്ടിയിട്ട് ടൈം നീക്കി വെക്കാൻ പറ്റും. ക്ലാസ് ഇൻക്ലൂഡഡ് ക്ലാസ് ടൈം അല്ല, അല്ലാതെ ക്ലാസ്സിൽ വരുന്നവർക്ക്, ഇപ്പോൾ ക്ലാസ് കാണുന്നവർക്ക് ക്ലാസ്സിന്റെ ടൈമും വേണം, അല്ലാതെ ഒരു ഹാഫ് ആൻ അവറും കൂടെ മാറ്റി വെക്കാൻ പറ്റണം. ഒരു അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ്സ് നമ്മുടെ വർക്കൊക്കെ എന്താണെന്ന് നോക്കാനും എന്തെങ്കിലുമൊക്കെ അതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്യാനുണ്ടോ അങ്ങനെയൊക്കെ നോക്കാനൊക്കെ ടൈം കിട്ടാറുണ്ടോ എവറി ഡേ? ഈ പോട്ടെ, വീക്കിൽ മാറ്റി വയ്ക്കാൻ പറ്റാറുണ്ടോ? മടിയായിട്ട് ടൈം നമ്മൾ ഉണ്ടാക്കണം മാം. ടൈം നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നതാണ്. നമുക്ക് ഒരിക്കലും ടൈം ഉണ്ടാവില്ല. അത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. ആ ടൈം എനിക്ക് വേണം, അങ്ങനെ എന്തെങ്കിലും പറ്റും. ചിലപ്പോ ഞാൻ ഓർക്കും ഇനി എല്ലാവർക്കും ഉള്ള പോലെ 24 മണിക്കൂർ തന്നെയല്ലേ എനിക്കും ഉള്ളത്, കാരണം ഒന്നും തീരുന്നില്ല. അങ്ങനത്തെ ചില സിറ്റുവേഷൻസ് ഒക്കെ വരും. ഈ വീട്ടിൽ തന്നെയാണെങ്കിലേ നമ്മുടെ പേഴ്സണലി കുറെ കാര്യങ്ങൾ ചെയ്ത് വരുമ്പോൾ നമ്മൾ ഒരു കാര്യം ഇങ്ങനെ ചെയ്യാനായിട്ട് വിചാരിക്കുമ്പോഴായിരിക്കും ചിലപ്പോ വേറെ എന്തെങ്കിലും വരുന്നത്. അപ്പൊ അതിന്റെ പുറകെ പോകും. അങ്ങനെ ഞാൻ ആലോചിക്കും, ബാക്കിയുള്ളവർക്കൊക്കെ എന്നേക്കാൾ കൂടുതൽ ടൈം ഉണ്ടോ, എനിക്ക് മാത്രം 24 മണിക്കൂറേ ഉള്ളോ എന്നൊക്കെ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കും. ഇങ്ങനെ സമയം കിട്ടുന്നില്ല. ചില സമയത്ത് ഉറങ്ങാനൊക്കെ ഭയങ്കര കൊതി തോന്നും, അതുപോലും സമയം ഒരവസ്ഥ വരും. ഓക്കെ, സോ നമുക്ക് നോക്കാം. അതൊന്ന് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ MT5 അല്ലേ, ജൂലൈയിലോ ഓഗസ്റ്റിലോ എപ്പോഴാണ് ജോയിൻ ആയേ? ജൂലൈ 20. സോ നമ്മൾ ഏകദേശം ഒരു കോഴ്സിന്റെ മിഡിലെത്തി. സോ അതുവരെയുള്ളത് ക്ലിയർ ചെയ്തിട്ട് അടുത്ത പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അല്ലെങ്കിൽ ലാസ്റ്റ് ടൈമിൽ എല്ലാം കൂടെ ഒരു ഹറി ബറി ആകെ പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കും. സോ നമ്മളിപ്പോ മോഡ്യൂൾ 3 പാർട്ട് 3 അല്ല, മോഡ്യൂൾ 1 പാർട്ട് 3 യൂണിറ്റ് 3 അല്ലേ? ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുവാണേ. പാർട്ട് 1 മുഴുവൻ കഴിഞ്ഞോ? കഴിഞ്ഞു. പാർട്ട് 2ഓ? പാർട്ട് 2 2 ലെസൺസ് കൂടി ഉണ്ട്. 2 ലെസൺസ് ബാലൻസ് ഉണ്ട്. ഏതൊക്കെ ലെസൺ ആണെന്ന് പറയാമോ? എഡ്യൂക്കേഷണൽ സൈക്കോളജിയും ഇൻഡിവിജ്വൽ ഡിഫറൻസും. ആരാ ആ പോർഷൻ എടുക്കുന്നതെന്ന് അറിയോ? എടുക്കാൻ പോകുന്നതെന്ന് ആതിര മിസ്. ഷീ ഈസ് നോട്ട് വെൽ ആക്ച്വലി, അതാണ് ഞാൻ ഇന്ന് ക്ലാസ്സിൽ വന്നത്. ഇത് മാം പാർട്ട് 4 അപർണ മിസ് സ്റ്റാർട്ട് ചെയ്തു. അതിൽ ഗുഡ് മാനേഴ്സ് എന്നുള്ള ചാപ്റ്റർ എടുത്തിരുന്നു. ഓക്കെ, പാർട്ട് 4. യെസ്, പാർട്ട് 4 മിക്കവാറും അപർണ മിസ്സും അതിന മിസ്സും കൂടി ആയിരിക്കും. ബട്ട് അതിൽ കുറച്ച് കമാൻഡ്മെന്റ്സ് ഉണ്ട്. അതായത് മോണ്ടിസോറി സ്കൂളിന്റെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് അത് ഞാൻ തരാം. അത് പ്രിപ്പയർ ചെയ്തിട്ട് PDF ആയിട്ട് ഞാൻ ഷെയർ ചെയ്യാം. കാരണം വെച്ചാൽ അത് നമ്മുടെ PDF അതിന്റെ കണ്ടന്റ് കുറച്ച് കുറവാണ്. അപ്പൊ ഞാനത് എക്സ്ട്രാ ഒന്ന് ആക്കിയിട്ട് ഞാൻ തരാം കേട്ടോ. എന്നെ ഒന്ന് ഇടയ്ക്കൊന്ന് റിമൈൻഡ് ചെയ്യിച്ചാൽ മതി. പാർട്ട് 4 നിങ്ങളുടെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ മറന്നു. അതിനെന്താ മിസ് മോണ്ടിസോറി മെത്തേഡ്സ് ഒന്നോട് പറയാമോ? എന്താ റിമൈൻഡ് ചെയ്യ? അതായത് പാർട്ട് 4 എടുത്തുകൊണ്ടിരിക്കുമ്പോ അതിനകത്ത് സ്കൂൾ മാനേജ്മെന്റ് ആണ് വരുന്നത്. അപ്പൊ പാർട്ട് 4-നകത്ത് മോണ്ടിസോറി സ്കൂളിന്റെ കുറച്ച് സ്പെഷ്യാലിറ്റികൾ നമ്മൾ അറിയണം. അതാ നമ്മുടെ കണ്ടന്റിൽ കുറവാണ്, PDF-ൽ കുറവാണ്. അതൊരു റെഫറൻസ് മാത്രമേ ഉള്ളൂ, കുറവാണ്. അപ്പൊ നമുക്കതൊരു കാര്യം ചെയ്യാം. ഞാൻ അത് എക്സ്ട്രാ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് തരാം. കാരണം PG-ക്കാരെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇലാബറേറ്റഡ് വേർഷൻ ആണ് മോഡ്യൂൾ അവർക്ക് എക്സ്ട്രാ വരുന്നത്. അപ്പോ നമ്മള് മോണ്ടിസോറി സ്കൂളിന്റെ ഒരു സ്പെഷ്യാലിറ്റി നമ്മൾ എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം. അതിന്റെ കുറച്ച് കമാൻഡ്മെന്റ്, സ്കൂൾ എൻവയോൺമെന്റ് എങ്ങനെയാണ്, അവിടെ എങ്ങനെയായിരിക്കണം, അങ്ങനെയുള്ള രീതിയിൽ. എനിക്ക് എന്റെ ഇത് സ്ക്രീൻ ഷെയർ ആവുന്നില്ലല്ലോ. ലാപ്ടോപ്പ് ഇടയ്ക്ക് മിസ്ബിഹേവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യിക്കണം. ഞാൻ മിക്കവാറും ഈ വീക്കിൽ തന്നെ ഞാൻ അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. കുറച്ചുണ്ട്, അപ്പൊ അത് ടൈം എടുക്കും. നിങ്ങളുടെ ബാച്ചൊന്നും പ്രോബ്ലം ഇല്ല. ഫസ്റ്റ് 2 ബാച്ചസിന് ഓൾമോസ്റ്റ് അത് കഴിഞ്ഞത്. അപ്പൊ എനിക്കത് വേഗം അവർക്ക് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചാലും എങ്ങാനും വിട്ടു പോവാണെങ്കിൽ എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യിക്കുക കേട്ടോ. ഓക്കെ, നമ്മൾ എവിടെയായിരുന്നു? സോ വേർ വി? ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ് സ്റ്റാർട്ട് ചെയ്യണോ? ഇനി ആ പോർഷൻ എടുക്കാനുള്ളത്. ശരി. 3rd സ്റ്റേജ് വരെ കഴിഞ്ഞു. 3rd സ്റ്റേജ് കഴിഞ്ഞായിരുന്നു. യെസ്.
നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങള് ഒന്ന് ബ്രീഫ് ചെയ്യാമോ? ലൈക്ക് ജസ്റ്റ് ഞാൻ ഇത് ജസ്റ്റ് ആ ഒരു ഇൻട്രോ പറയാം. ലൈക്ക് നമ്മള് ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. നാച്ചുറൽ ആയിട്ട് നമുക്കറിയാം ഒരു പൂ വിടരുന്നത് ഇറ്റ്സ് നാച്ചുറൽ. ബട്ട് അതിന് വേണ്ടുന്ന ഒരു എൻവയോൺമെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അതിന് വേണ്ടുന്ന നറിഷ്മെന്റ് ന്യൂട്രിയൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഒരു കുഞ്ഞ് ജന്മം എടുക്കുന്ന ആ ഒരു പ്രോസസ്സ് തുടങ്ങി അതിന് വേണ്ടിയിരുന്ന എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക തന്നെ വേണം. കാരണം ഡ്യൂറിങ് പ്രഗ്നൻസി സമയത്ത് അമ്മയെ നമ്മൾ അതുപോലെ തന്നെ കെയർ ചെയ്യേണ്ടത് ഒരാവശ്യമുണ്ട്. ലൈക്ക് അവർക്ക് കൊടുക്കുന്ന ഫുഡ്, അവരെ സന്തോഷിപ്പിക്കുക. മീൻസ് നമ്മളെല്ലാരും അതിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ഒരു ടെൻഷൻ അവർക്ക് വരാതിരിക്കുക. പഴയ ആൾക്കാരൊക്കെ പറയാറില്ലേ, ഇരുട്ടുള്ളപ്പോ അങ്ങനെ ഇരുട്ട് ആകുന്ന ഒരു സിറ്റുവേഷനിൽ അവർ ഒറ്റയ്ക്ക് ഇരുത്തരുത്, അല്ലെങ്കിൽ പുറത്തു പോകുന്നത് അതൊക്കെ ഒഴിവാക്കുക, യാത്രകൾ ഒഴിവാക്കുക. പിന്നെ ചില ചടങ്ങുകളിൽ, അതായത് ഇപ്പൊ ഡെത്ത് അങ്ങനത്തെയൊക്കെ വരുമ്പോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കുക, കൊണ്ടുപോകാതിരിക്കുക. ഇനി ഒഴിവാക്കാൻ പറ്റാത്തതാണെങ്കിൽ അത്രയും സപ്പോർട്ട് ചെയ്ത് അവരവിടെ കൊണ്ടുപോകുക. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ആ ഒരു സമയത്ത് അവർക്ക് വേണ്ടിയിട്ട്. ഈവൻ നമ്മൾക്ക് അറിയില്ലാത്ത ഒരു ലേഡി തന്നെ വരുവാണെങ്കിലും നമ്മൾ ഭയങ്കര ഒരു കൺസേണിലൂടെ അവരെ നോക്കും. എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ അവർക്ക് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാനോ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കാറൊക്കെ ഉണ്ട്. അപ്പോ ആ ഒരു കുട്ടി ജന്മം എടുക്കുന്ന സമയത്ത് തന്നെ ഇപ്പൊ ഒത്തിരി എന്താ പറയാ ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് ചിന്തിക്കുന്ന കപ്പിൾസ് തന്നെ ആ ഒരു കുഞ്ഞിന്റെ ജന്മത്തിന് അവർ വളരെയധികം പ്രിപ്പറേഷൻസ് തന്നെ എടുക്കാറുണ്ട്. അതിനു മുമ്പ് നല്ലൊരു യാത്ര പോവുക, അങ്ങനെ നല്ല ഒരുമിച്ച് ടൈം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്ത് അങ്ങനെയൊക്കെ രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ പോകാറുണ്ട്. പിന്നെ ആ ഒരു സമയത്ത് പിന്നെ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം ഒരു പോസ്റ്റ്മോർട്ടം സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട് ഈ അമ്മയ്ക്ക് വരും. അപ്പൊ അത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അത് ആ കാര്യത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് ലൈഫ് പാർട്ട്ണർക്ക് തന്നെയാണ്, വേറെ ആർക്കും അല്ല. ചിലർ തന്നെ അതിൽ നിന്ന് വരും, പക്ഷെ ചിലർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിൽ നിന്ന് ഇതായിട്ട് വരാം. അങ്ങനെ നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോഴാണ് ഈ കുഞ്ഞു ജീവൻ അതിങ്ങനെ നല്ല രീതിയിൽ ഡെവലപ്ഡ് ആയിട്ട് വരുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരു എൻവയോൺമെന്റ് പ്രിപ്പയർഡ് ചെയ്യണം എന്ന് തന്നെയാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. ത്രൂ എക്സ്പീരിയൻസ് നമ്മൾ ഈ മോണ്ടിസോറി മെത്തേഡ് കേൾക്കുന്നതിന് മുമ്പ് തന്നെ വി നോ ദാറ്റ് നമ്മളുടെ കുട്ടികളെ എങ്ങനെ ഡീൽ ചെയ്യണം, അവരോട് അറ്റ്ലീസ്റ്റ് ഒരു വളരെ സൗമ്യമായിട്ട് തന്നെ കുട്ടികളോട് പെരുമാറാറുണ്ട്. ആരെങ്കിലും അഥവാ ഷൗട്ട് ചെയ്യുന്ന കാണുവാണെങ്കിൽ തന്നെ നമ്മൾ അവരെ ഒന്ന് തിരുത്താൻ ശ്രമിക്കാറുണ്ട്. കുട്ടികളുടെ അടുത്തല്ല, ചില പാരന്റ്സ് ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ എല്ലാം കൂടി കുട്ടികളുടെ തലയിലേക്ക് വെക്കാനായിട്ട് നോക്കും. അത് നമ്മളൊന്ന് മാറ്റി എടുക്കണം, അങ്ങനത്തെ ഒരു കേസസ് ഒക്കെ. അപ്പോ ഇതെല്ലാം നിങ്ങളുടെ ഒക്കെ ലൈഫിലൊക്കെ ഒരു മാറ്റങ്ങൾ വരുത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്റെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഉള്ള എൻവയോൺമെന്റിന്റെ കാര്യം നമ്മൾ പറയുമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു ഈ കുട്ടിക്ക് എന്തെല്ലാം ഇവരിൽ തന്നെ വരുന്ന ചില കാര്യങ്ങൾ, അതായത് ഒരു ജനിച്ചൊരു 3 വയസ്സ് വരെയും അൺകോൺഷ്യസ് മൈൻഡ് ആയിരിക്കും. ബട്ട് അൺകോൺഷ്യസ് മൈൻഡ് ആണെങ്കിൽ ശരി, വാട്ട് എവർ ഹി സീസ്, വാട്ട് എവർ ഹി ലിസൺ, എല്ലാം ഇവരുടെ ആ ഒരു മൈൻഡില് രജിസ്റ്റർ ആവുകയാണ്. ഇംപ്രഷൻസ് ആയിട്ട് നിൽക്കും. ഒരു വര വരച്ച് വെക്കുന്നത്, തലവര എന്നൊക്കെ നമ്മൾ പറയുന്നത് അത് തന്നെയാണ്. ആ ഒരു ഇംപ്രഷൻസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. ഈവൻ ടു അത് ഓർമ്മയില്ലെങ്കിൽ പോലും അതിന്റെ ഒരു റിഫ്ലക്സ് ആക്ഷൻ ത്രൂ ഔട്ട് ലൈഫ് ഉണ്ടാകാറുണ്ട്. അപ്പൊ ഞെട്ടുന്നത്, പേടിക്കുന്നത്, ചിലതിനോടുള്ള പേടി, ചില സാധനങ്ങളോടുള്ള പേടി, അത് കുറേ പ്രായമായി കഴിഞ്ഞാലും മാറാത്ത ആളുകളുണ്ട്. പാറ്റ, പറ്റി, അങ്ങനെ എട്ടുകാലി, അങ്ങനത്തെ ഒരു പേടിയൊക്കെ ഉണ്ടാവാറില്ലേ. അപ്പൊ അതിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ചിലപ്പോൾ വലുതായി കഴിഞ്ഞാലും ചിലർക്ക് പറ്റാതെ വരുന്നത് കാണാറുണ്ട്. ബട്ട് ചില കുട്ടികൾക്ക് ആ ചെറുപ്പത്തിലെ പേടി മാറി അവരതങ്ങോട്ട് വലുതാവുമ്പോൾ അവരതിനനുസരിച്ച് അവർക്ക് സിറ്റുവേഷൻസിനെ വരുമ്പോ ഒരു പാറ്റയെ കണ്ടാൽ അല്ലെങ്കിൽ ഒരു എട്ടുകാലിയെ കണ്ടാൽ അവർക്ക് എന്ത് ചെയ്യണം ആ ഒരു രീതിയിലൊക്കെ അവർക്ക് അറിയാം. അത്ര പേടിയൊന്നും പിന്നീടുള്ള ഏജിൽ അവർ കാണിക്കാറില്ല. ഇങ്ങനെ കുട്ടികൾ ഓരോന്നും ചെയ്യുന്നത്, അവർ ചെയ്യുന്ന ആക്ടിവിറ്റി അവർ എൻജോയ് ചെയ്യുന്നു, അവർ ആ പ്രോസസ്സാണ് എൻജോയ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ഒരു ജഗ്ഗിലൊരു വെള്ളം ഒഴിക്കുക, നമുക്ക് വലിയ എൻജോയ്മെന്റ് ഒന്നുമില്ല. നമ്മളുടെ എൻഡ് റിസൾട്ട് ജഗ് ഫില്ല് ചെയ്യുക, കൊണ്ടുവയ്ക്കുക. പക്ഷെ കുട്ടിയെ സംബന്ധിച്ച് ആ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അവർ ആ പ്രോസസ്സ് എൻജോയ് ചെയ്യും. അവർ എൻഡ് റിസൾട്ട് അല്ല ആദ്യം ചിന്തിക്കുന്നത്, അവർ ആ പ്രോസസ്സ് ത്രൂ ഔട്ട് ദ പ്രോസസ്സ് എൻജോയ് ചെയ്തിട്ടാണ് വെള്ളം നിറയ്ക്കുന്നത്. അത് എന്ത് തന്നെയായാലും പൾസസ് ഒക്കെ കണ്ടെയ്നറിൽ ഫില്ല് ചെയ്യുക, നമുക്ക് കുട്ടികളെ കൊണ്ടൊക്കെ ഇതൊക്കെ ചെയ്യിക്കാവുന്നതാണ്. പിന്നെ ഇൻഡിപെൻഡൻസ്, മറിയ മോണ്ടിസോറി പറഞ്ഞു ഒരു ഇൻഡിവിജ്വലിനെ ഫ്രീ ആക്കാതെ അയാൾ ഇൻഡിപെൻഡന്റ് ആകുന്നുണ്ട്. പിടിച്ചു വെച്ച് വളർത്തുന്ന ചില കുട്ടികളുണ്ടല്ലോ, അവർക്ക്
ഭയങ്കര ഡിപ്പെൻഡൻസി ആയിരിക്കും. എന്തിനും അവർ ഈ പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഞാൻ വിചാരിച്ചത് എന്റെ മോൻ അങ്ങനെ ഒരു ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് കേട്ടോ ഞാൻ വിചാരിച്ചത്. കാരണം വെച്ചാൽ ചെറുപ്പത്തില് എന്നോട് ഭയങ്കര അറ്റാച്ച്ഡ്, വേറൊരാൾ എടുക്കുന്ന ഇഷ്ടമല്ല, അങ്ങനത്തെ ടൈപ്പ് ഒരു കുട്ടിയായിരുന്നു. അപ്പൊ എനിക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ആരുടെയും കയ്യിൽ വെച്ചു കൊടുത്താൽ തന്നെ അത് ചാടി ഇങ്ങോട്ട് വരും, ബൗൺസ് ചെയ്തു വരും, അതുപോലെയായിരുന്നു. അപ്പൊ നമ്മള് ഞാൻ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ ബാക്ക് ഡോറ് പുറത്തുനിന്ന് ലോക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്യും. അതായത് ബാക്കിലൂടെ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുന്ന രീതിയിലിട്ട് ആ കീ മോന്റെ കയ്യിലും കൊടുക്കും, മോളുടെ കയ്യിലും കൊടുക്കും, എന്റെ കയ്യിൽ പറഞ്ഞുണ്ടാവും. ഫ്രണ്ട് ഡോർ ലോക്ക് ചെയ്തിട്ട് ഞാൻ പോകും. ഒരു ദിവസം ഞാനിത് ലോക്ക് ചെയ്യാനായിട്ട് ഹസ്ബൻഡിനെ ഏൽപ്പിച്ചു. ഞങ്ങൾ രണ്ടിനും കൂടെ ഒരുമിച്ച് ഇറങ്ങുമായിരുന്നു. ഹസ്ബൻഡിനെ ഏൽപ്പിച്ചു. ഹസ്ബൻഡ് ബൈ മിസ്റ്റേക്ക് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ബാക്ക് ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തു, ഇങ്ങനെ താഴെട്ടിട്ട് അത് അകത്തുനിന്ന് ഈ കുറ്റി ഇട്ടു. അകത്ത് കുറ്റിയിട്ട് അകത്ത് കയറാൻ പറ്റില്ലല്ലോ ബാക്കിൽ നിന്ന് തുറന്നാലും. ഞാനിത് അറിയണില്ല, ഞങ്ങൾ ധൃതി പിടിച്ചിറങ്ങുകയും ചെയ്തു. അപ്പൊ മോൻ വന്നപ്പോ ഞാൻ താക്കോലിട്ട് തുറന്നപ്പോ സംഭവം തുറക്കാൻ പറ്റുന്നില്ല. സോ ഈ നമ്മുടെ കിച്ചണിന്റെ ബാക്കിലെ ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ് കയറാനായിട്ട് ഹാഫ് ഭാഗം മെഷ് പോലെ ചെയ്തിട്ട് ബാക്കി ഭാഗമായിരിക്കും ക്ലോസ്ഡ് ആയിട്ടുള്ളത്. മെഷ് പോയ ഭാഗത്തൂടെ നമുക്ക് കൈ മുഴുവനായിട്ട് കടത്താൻ പറ്റില്ല, 1-2 വിരലിങ്ങനെ ഇതാക്കാനായിട്ട് പറ്റും. അപ്പൊ മോളിലും കുറ്റിയിട്ടു, താഴെയും കുറ്റിയിട്ടു ഹസ്ബൻഡ്. ഇവൻ എന്ത് ചെയ്തു വെച്ചാൽ പുറത്ത് നമ്മള് ഈ മോപ്പുണ്ടല്ലോ, ഈ തുടയ്ക്കുന്ന ആ ഒരു കോല്, അതിന്റെ മോപ്പിന്റെ ആ ക്ലോത്ത് അങ്ങ് പോയിട്ട് ആ കോല് മാത്രം ഇരിക്കുന്നുണ്ടായിരുന്നു. ആ കോലെടുത്തിട്ട് കക്ഷി അതിന്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് ഇതിങ്ങനെ വലിച്ചു, മുകളിലത്തെ വലിച്ചു, താഴത്തെ മോൻ അത് വെച്ചിട്ട് വലിച്ചു അകത്ത് കയറി. നമ്മള് അറിയുന്നില്ലല്ലോ, നമ്മളുടെ ധാരണ പുറത്തുനിന്നാണ് കുറ്റിയിട്ടേക്കണെന്നാണല്ലോ. ഞങ്ങൾ വൈകിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും ഭയങ്കര സന്തോഷത്തിൽ എന്തോ കഥ പറയണ പോലെ, അന്നാള് 5ാം ക്ലാസ്സിലോ അങ്ങനെ കണ്ടാ പഠിക്കുന്നത്, കഥ പറയണ പോലെ ഓടി വന്ന് എന്നോട് ഈ സംഭവം പറഞ്ഞു. ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അവരെന്തോ ഒരു അച്ചീവ്മെന്റ് ചെയ്ത ഒരു സന്തോഷമാണല്ലോ. അതേസമയം പുറത്ത് നിന്ന് ടെൻഷൻ അടിച്ച് കരയുമെല്ലാം ചെയ്യുമായിരുന്നല്ലോ. എനിക്ക് മനസ്സിലായി ഒരു ഇൻസിഡന്റ് വന്നപ്പോ, അൺഎക്സ്പെക്ടഡ്ലി ആയിട്ട് അല്ല ആക്സിഡന്റലി ഒരു ഇൻസിഡന്റ് വന്നപ്പോ അവര് റിയാക്ട് ചെയ്തു. അപ്പൊ നമുക്ക് അത് നമ്മളായിട്ട് കൊടുത്തൊരു ചാൻസ് അല്ല, ആക്സിഡന്റലി സംഭവിച്ച ഒരു ചാൻസ്. അപ്പൊ നമ്മുടെ കുട്ടികളിലൊക്കെ അങ്ങനെ ഓരോ ഓപ്പർച്യൂണിറ്റി വരുമ്പോ ഇവര് തന്നെ ആകും. എല്ലാം നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യണമെന്നില്ല. അപ്പൊ ഇവർക്ക് അത് തന്നെ വരും. അത് ഏതൊരു കുട്ടിയാണെങ്കിലും തന്നെ വരും. ഐക്യു കൂടിയതാണെങ്കിലും കുറഞ്ഞതാണെങ്കിലും ഒരു ആവറേജ് ആണെങ്കിലും അവരത് തന്നെ ചെയ്യും. അവന്റെ അൾട്ടിമേറ്റ് എയിം എന്താ, എങ്ങനെയെങ്കിലും അകത്ത് കിടക്കുക. മനസ്സിലായി, മുകളിലത്തെയും താഴത്തെയും കുറ്റി കിടക്കുകയാണെന്ന്. അപ്പൊ ഇതെടുത്തു അത് ചെയ്തു. ഭയങ്കര ബുദ്ധി ഉള്ളതുകൊണ്ട് ചെയ്തല്ല, അവർക്ക് എങ്ങനെയെങ്കിലും അകത്ത് കിടക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്തു. അപ്പൊ അതാണ്. അപ്പൊ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ഇവര് ഇൻഡിപെൻഡന്റ് ആവാൻ തുടങ്ങും. അപ്പൊ വൺസ് നമ്മൾ അവരെ ഫ്രീ ആക്കുമ്പോൾ അവർ ഇൻഡിപെൻഡന്റ് ആകുന്നു എന്നുള്ളതാണ്. നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മളുടെ കുട്ടികളിലെ പല കാര്യങ്ങളും നോക്കുമ്പോൾ. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഇൻഡിപെൻഡൻസിന്റെ കാര്യം പറഞ്ഞു. അവരുടെ അവർ ചെയ്യുന്ന ആക്ടിവിറ്റി അവർ ഭയങ്കര അധികം എൻജോയ് ചെയ്യുന്നു, അതെല്ലാം പറഞ്ഞു. പിന്നെ ഇവരുടെ അറ്റൻഷൻ കോൺസെൻട്രേഷൻ ലെവൽ വളരെ കൂടുതലാണെന്ന് നമ്മൾ പറഞ്ഞു. അവരെല്ലാം ശ്രദ്ധിക്കും, കളർ സ്മെൽ എല്ലാം ശ്രദ്ധിക്കും. ചിലത് കടിച്ചു നോക്കും, ചിലത് മണത്തു നോക്കും, അങ്ങനെയൊക്കെ ചെയ്യും അല്ലെ. പൂക്കളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമാണ്, പ്രത്യേക കളറിനോട്. ചിലപ്പോൾ ചെറുപ്പം തുടങ്ങി ഒരു കളറിനോട് ഭയങ്കര ഒരു അട്രാക്ഷൻ ആയിരിക്കും. പിന്നീടുള്ള ഡ്രസ്സൊക്കെ ആ കളർ തന്നെ വാങ്ങാനായിട്ട് നോക്കും. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവരുടെ വിൽ പവർ ജനറേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ 3 സ്റ്റേജസ് ആയിട്ട് നമ്മളത് പറഞ്ഞത്. ആ റിപ്പീറ്റേഷൻ, ഓരോ വർക്ക് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആവും. അവര് സെവറൽ ടൈംസ്, അത് അഡൾട്ടിനെ വെച്ച് നോക്കുമ്പോൾ അഡൾട്ടിന് ആ റിപ്പീറ്റേഷനൊരു വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പക്ഷെ ഇവരെ സംബന്ധിച്ച് ആ ഇൻട്രസ്റ്റ് അത് അവരുടെ മെന്റൽ ഡെവലപ്മെന്റിന്, സൈക്കിക് ഡെവലപ്മെന്റിന് കാരണമാകും. അത് നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യുവാണെങ്കിൽ, ഡിസ്റ്റർബ് ചെയ്യുവാണെങ്കിൽ അതങ്ങ് വളർച്ച മുരടിച്ചു നമുക്ക് നമ്മൾ പറയില്ലേ, ആ ഒരു മാനസിക വളർച്ച ആ രീതിയിലേക്ക് കുട്ടി ആയി പോകാൻ ചാൻസ് ഉണ്ട്. സോ ലെറ്റ് ദം ഡു അതാണ് പറയുന്നത്. അങ്ങനെ ഓൺ ഡിസിഷൻസ് എടുക്കാനായിട്ടൊക്കെ അവർക്ക് പറ്റും, മൂവ്മെന്റ് എല്ലാം. അപ്പൊ ഈ ഓൺ ഡിസിഷൻ എടുക്കാൻ ഏതൊരു വ്യക്തിക്കും പറ്റും. ചിലർക്കത് കുറെ കഴിഞ്ഞിട്ടായിരിക്കാം, ചിലർക്കത് ചെറുപ്പത്തിലേ തന്നെ ആ ഒരു ഓൺ ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റും. കഴിഞ്ഞ ദിവസം മോൾ എന്നോട് പറയുമായിരുന്നു, അവള് +2 ആണ്. അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആ കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ്, ആള് ഭയങ്കര ജോവിയനാണ്, ഭയങ്കര എല്ലാവരോടും ഭയങ്കര ചിരിച്ച് വളരെ പ്ലീസിങ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഷീ ഈസ് സഫറിങ് എ ലോട്ട് ഫ്രം ഫാമിലി. അങ്ങനെ ഭയങ്കര സങ്കടമുള്ള ഒരു കുട്ടിയാണ്, എന്റെ അമ്മ എന്നാ വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ ഭയങ്കര സഫർ ചെയ്യുന്ന ഒരു കുട്ടിയാണ്, ഫ്രം ഹെർ പാരന്റ്സ്, ഫ്രം ഹെർ ബ്രദർ, അങ്ങനെയൊക്കെ ഒത്തിരി സങ്കടങ്ങളുള്ള ഒരു കുട്ടിയാണ്. പക്ഷെ എപ്പോഴും ഇങ്ങനെ ചിരിച്ച്
അതിന്റെ പുറകിൽ അത്രയും സങ്കടം ഉണ്ടല്ലോ. ഈ ആളുടെ നിന്ന് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ് ഈ മോളുടെ ഫ്രണ്ടിന്റെ രീതി. മോളുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് നോട്ട് ദ ബെസ്റ്റ് ഇംപ്രഷൻ. എല്ലാവരിലും അത് ശരിയല്ല എന്നാണ് ഇവളും പറയുന്നത്. ഇവര് ഭയങ്കര ക്ലോസുമാണ്. അപ്പം ഒരാളെ പറ്റി നല്ല ഫസ്റ്റ് ഇംപ്രഷൻ നല്ലതായിട്ട് ഈ ഫ്രണ്ട് കൊച്ചിന് തോന്നുവാണെങ്കിൽ അതിന് അയാളിൽ നിന്നും ആ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് ആ സ്വഭാവത്തിന് ഇതാകാത്ത രീതിയിലുള്ള ഒരു അനുഭവം ഉണ്ടായാൽ പോലും ഈ കുട്ടിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതുകൊണ്ട് ഈ കൊച്ചിനെ ആർക്കും മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് പെട്ടെന്ന് പറ്റും. അപ്പൊ മോൾ എന്നോട് ഈ കൊച്ചിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഇതിങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ഇത് അവർക്ക് ഭയങ്കര കൺഫ്യൂഷനായി കുട്ടിക്ക്. അപ്പം ഡിസിഷൻ മേക്കിംഗ് ഭയങ്കര പ്രോബ്ലം ആകും. ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഭയങ്കര പ്രോബ്ലം ആകും. അങ്ങനെയൊക്കെ ഭയങ്കര ഇമോഷണൽ ഇംബാലൻസ് ആണ് ഈ കുട്ടിയിൽ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനത്തെ എന്റെ മോള് പറയുന്നത് എനിക്ക് മാനിപ്പുലേഷൻ അറിയില്ല, സോ അതുകൊണ്ട് ഇവളെ പലരും മാനിപ്പുലേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോ കക്ഷി ഒട്ടും അത് ആക്സെപ്റ്റ് ചെയ്യില്ല. കാരണം അവിടെ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് ആകെ ഒരു വിഷമഘട്ടത്തിൽ എത്തുമ്പോഴേക്കും മോളോട് പറയും നീ പറഞ്ഞതായിരുന്നു ശരി എന്നുള്ള രീതിയിൽ പറയും. അപ്പൊ അങ്ങനെ ഒരു ഇത് ഈ കുഞ്ഞിന്റെ കാര്യം ഈ ഫ്രണ്ടിന്റെ കാര്യം ചെയ്ത് പറഞ്ഞ മോള് വന്നതെല്ലാം എന്നോട് ഷെയർ ചെയ്യും കേട്ടോ. ഇതാണ് കുട്ടികൾക്ക് ഇതൊരു പ്രശ്നമാണ്. അവർ ഈ ചെറുപ്പത്തിൽ അവർ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇഗ്നറൻസ് കുട്ടിയെ സംബന്ധിച്ച് പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് ചെറിയ ഏജ് തുടങ്ങി അതിന് ഒത്തിരി പ്രശ്നങ്ങൾ അത് അനുഭവിച്ചിട്ടുണ്ട്. പാരന്റ്സ് തമ്മിലുള്ള ഇഷ്യൂ അതിനെ ബാധിച്ചിട്ടുണ്ട്. പാരന്റ്സ് ഈവൻ കുട്ടിയുടെ അടുത്ത് നിന്നെ ഞങ്ങൾക്ക് വേണ്ടായിരുന്നു ആ രീതിയിലുള്ള ഡയലോഗ്സ് ഒക്കെ പറയും. ഞങ്ങള് അബോർട്ട് ചെയ്യാൻ തീരുമാനിച്ചായിരുന്നു. അങ്ങനെ ഈവൻ ദോ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും പാരന്റ്സ് അതിൽ സ്വന്തം കുട്ടിയോട് പറയാനായിട്ട് യു ആർ എ മിസ്റ്റേക്ക് എന്നുള്ള രീതിയിൽ ആ കൊച്ചിങ്ങനെ ഭയങ്കരമായിട്ട് അതിങ്ങനെ സഫർ ചെയ്യുക. അപ്പൊ അങ്ങനെ അതിനാണെങ്കിൽ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ബ്രദർ എന്ന് പറഞ്ഞാലും ഭയങ്കര ഇഷ്ടം. പാരന്റ്സിന് ബ്രദറിനോടാണ് ഭയങ്കര ഇത്. ഈ മോളൊരു മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞ് ഇതിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അടുത്തു പോയി നിന്നെ ആ ഒരു രീതിയിലൊക്കെ പറയും. സോ വട്ട് എവർ ഇറ്റ് ബി, നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെയല്ലേ. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. അപ്പൊ അതിന്റെ ഒരു ട്രോമ പ്ലസ് ടു കാരി എന്ന് പറയുമ്പോൾ ആ ഒരു പ്രായം നമുക്ക് ഊഹിക്കാലോ. അത് പ്ലസ് ടു തുടങ്ങിയല്ല, ചെറുപ്പം തുടങ്ങി അതിങ്ങനെ കേട്ട് വളരുവാണ്. സോ നമ്മുടെ മുമ്പിലും അതുപോലുള്ള കുഞ്ഞുങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇഫ് വി നോ ദെയർ ഇമോഷൻസ്, നമ്മുടെ സൈഡിൽ നിന്ന് മാക്സിമം ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ കുട്ടികൾ ഇപ്പൊ ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഡിസിഷൻ മേക്കിംഗ് ഭയങ്കര പ്രോബ്ലം ആയിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മോളിന്ന് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയപ്പോ അവളോട് ഞാൻ പറഞ്ഞു വിട്ടത് ആ കുട്ടിയോട് പറയുക ഇഷ്ടമുള്ള കോഴ്സിന് വേണ്ടിയിട്ട് ജോയിൻ ആവാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, അതിൽ ജോയിൻ ചെയ്യുക. മാക്സിമം വീട്ടിൽ നിന്നിട്ട് എത്രയും ദൂരെ പോയി പഠിക്കാൻ പറ്റും ആ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. വീട്ടിൽ നിന്ന് അതിന് പഠിക്കാൻ പറ്റില്ല, പക്ഷെ പാരന്റ്സ് ആണെങ്കിൽ അതിനെ ദൂരേക്ക് വിടുവില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം. അപ്പൊ അങ്ങനെ ആ കുട്ടി വല്ലാതെ സഫർ ചെയ്യുന്നു. ലെറ്റ് us hope for the best. ഓക്കെ. അപ്പൊ അങ്ങനെ കുട്ടികളുടെ ഡിസിഷൻ മേക്കിംഗ് ഈ പ്രശ്നങ്ങൾ വരുന്നത് ചെറുപ്പകാലത്ത് അവർക്ക് ഉണ്ടാകുന്ന ഇതുപോലുള്ള ഇമോഷണൽ ഇഷ്യൂസ് കൊണ്ടാണ്. ഭയങ്കരമായ ഡിപ്പെൻഡന്റ് ആവുകയാണ്. അത് കഴിഞ്ഞ് ചില സമയത്ത് അമ്മമാരും ഇവരെ പിടിച്ചു വെച്ച് അവരൊരു വലിയ ഏജ് ആവുമ്പോൾ അഡോളസന്റിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ തന്നെ ചെയ്താൽ എന്താന്ന് ചോദിക്കുമ്പോഴും കുട്ടി ഇങ്ങനെ അന്തം വിട്ടിരിക്കും. കാരണം എന്ന് വെച്ചാൽ അതുവരെയുള്ള സമയത്ത് അതിന് തന്നെ ചെയ്യാനുള്ള ഒരു അവസരം വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. എല്ലാം പാരന്റ്സ് ചെയ്തു കൊടുത്തിട്ട് പെട്ടെന്നൊരു സമയത്ത് തന്നെ ചെയ്യാൻ പാടില്ല എന്ന് ചോദിക്കുമ്പോഴേക്കും ഇതിങ്ങനെ ഞെട്ടിത്തരിച്ചിരിക്കും. അപ്പൊ നമ്മൾ അവരുടെ കറക്റ്റ് ഏജിൽ തന്നെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക അവർക്ക് വേണ്ടുന്ന ഇൻഡിപെൻഡൻസ്, ഫ്രീഡം, ബട്ട് വിത്തിൻ ദ ലിമിറ്റ്സ്. ഓക്കെ. സോ അങ്ങനെ ഇവർ റിപ്പീറ്റ് ചെയ്യുന്നു വർക്ക്, ദെൻ ഇൻഡിപെൻഡന്റ് ആവുന്നു, ദെൻ അവരില് സെൽഫ് ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യുന്നു, ഒരു ഓർഡർ ഫോം ചെയ്യുന്നു, ദെൻ ഒബീഡിയൻസ്, ഷൗട്ട് ചെയ്തോ പണിഷ് ചെയ്തോ അല്ല ഒബീഡിയൻസ് കുട്ടികളിൽ വരുന്നത്, അത് നാച്ചുറൽ ആയിട്ട് തന്നെ വരികയാണ്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. നെക്സ്റ്റ് ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്. സോ 2 പാരഗ്രാഫ് ഉണ്ട്. ആരാ വായിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നത്? വായിച്ചോളൂ. ഞാൻ ചാർജർ ഒന്നും എങ്ങനെയുണ്ടോ? റെഡി ആയിട്ട് എല്ലാരും പോയോ? ഉറങ്ങിയോ? ഞാൻ വായിക്കാം മാം. വായിച്ചോട്ടെ. ഞാൻ കുത്തട്ടെ. വായിച്ചു. Development of intelligence. Intelligence is the ability to learn or understand things and deals with a new or difficult situation. In other words, it is ability of the child to know his environment. The mental ability to coordinate different annotations and act
accordingly in different situations. The starting point of intellectual development is the consciousness of difference or distinction in his environment. The child makes understanding through his five senses, and he must organize these perceptions to make mental order of his environment. To help the development of brilliance is to help put images of consciousness in order. രണ്ട് പാരഗ്രാഫ് വായിക്കണം മാം. വായിച്ചോളൂ. So the base of intelligence development is the emotional impression that the child gets while the collaborate with his environment. At infancy, the child absorbs a lot of impression unconsciously, and then it turns into conscious knowledge as he grows. So at the stage of intelligence development, the child needs refinement of sense, more activities, which will be improve the impression through the senses. The activities should bring order and system to all the sensorial impression the child receives. The child should be led to study qualities such as length, breadth, height, color, texture, weight, size, etc. Full varied and ordered sensorial exercises are the best preparation for the higher life of the ability in the children's years to come. Okay. സോ ഇന്റലിജൻസ് നമുക്കറിയാം, നമ്മളെ ശക്തി എന്നൊക്കെ കുറച്ചുകൂടെ നമ്മൾ അതിനെ സ്ട്രോങ് ആയിട്ട് പറയൂ അല്ലെ. സോ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകാനായിട്ട് നമുക്ക് പഠിക്കാം. നമുക്കിപ്പോ ഒരു കോഴ്സ് പഠിക്കണം, നമ്മളുടെ ആ ഒരു ഇൻട്രസ്റ്റ് നമുക്കുണ്ട്. സോ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ us ടു ലേൺ ദാറ്റ് കോഴ്സ് അല്ലെങ്കിൽ സബ്ജക്ട് വാട്ട് എവർ ഇറ്റ് ഇസ്. അതിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും, ടു അണ്ടർസ്റ്റാൻഡ് അല്ലെ. നമുക്ക് ഒട്ടും താല്പര്യമില്ല, നമ്മൾ വളരെ വീക്കാണ്. അതായത് ഒരു സം ടൈം എത്തുമ്പോഴേക്കും നമ്മൾ നമ്മളുടെ പൊട്ടൻഷ്യൽ തിരിച്ചറിയും. എനിക്ക് ഏതിനാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക, ഏതിലാണ് ഐ ക്യാൻ പ്രൂവ് മൈസെൽഫ്, എന്റെ ആ ഒരു പൊട്ടൻഷ്യൽ എനിക്ക് എവിടെ കാണിക്കാൻ പറ്റും. സോ അങ്ങനെയാണല്ലോ പല ഒരു ഇത് വരുമ്പോൾ കുട്ടികൾ ഡീവിയേറ്റ് ചെയ്ത് പല കോഴ്സിലേക്കും പോകുന്നത് അല്ലെ. ചിലർക്ക് ഇതുപോലെ ഫാഷൻ റിലേറ്റഡ് അങ്ങനത്തെ ഇതിലായിരിക്കും താല്പര്യം, ചിലർക്ക് കുറച്ച് ടെക്നോളജി ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും താല്പര്യം, ചിലർക്ക് റിലേറ്റഡ് സ്റ്റഡി വരുന്ന രീതിയിലുള്ള എന്തെങ്കിലും ജോബ് റിസർച്ച് ഒക്കെ ചെയ്യുന്ന രീതിയിൽ ആ രീതിയിൽ ചിലർ നോക്കും, ചിലർക്ക് ഒരു ഓഫീസ് ജോബാണ് താല്പര്യം. അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഓരോരുത്തരും അവരുടെ എബിലിറ്റിക്ക് അനുസരിച്ച് പോകും. സോ ദാറ്റ് ഇസ് ദർ ഇന്റലിജന്റ് ടു ഡു വർക്ക് ഇൻ ദാറ്റ്. അതിൽ പഠിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും പുതിയ പുതിയ കാര്യങ്ങളും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ ചിലർക്ക് സ്വന്തമായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങാൻ താല്പര്യമായിരിക്കും. പക്ഷെ ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു റെസ്പോൺസിബിലിറ്റി വേണ്ട, എനിക്ക് ഏതെങ്കിലും ഒരു ഓഫീസിൽ ഒരു ജോലി അത്രയും മതി എന്നുള്ള രീതിയിൽ നമ്മൾക്ക് തന്നെ എവിടെയെങ്കിലും ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആയിട്ട് ജോയിൻ ആവണം, നല്ലൊരു സ്കൂളില്, നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്കൂള്, എനിക്ക് അവിടെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണം, ആ രീതിയിലുള്ള ഒരു സ്കൂള് നോക്കിയിട്ട് നമ്മൾ ജോബിന് പോകുമായിരിക്കും. ചിലർക്ക് സ്വന്തമായിട്ട് എനിക്ക് മോണ്ടിസോറി, കുറെ ബാച്ചിലുള്ളവരുണ്ട് കേട്ടോ, സ്വന്തമായിട്ട് ഡേ കെയറും പ്രീ സ്കൂളും മോണ്ടിസോറി സ്കൂളും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കോഴ്സ് എടുത്തിരിക്കുന്നവര്. സോ അത് നല്ലൊരു കാര്യം. ഈവൻ ദോ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ തന്നെ ടീച്ചേഴ്സ് അങ്ങനെ പറഞ്ഞു നമുക്കും ഒരു മോണ്ടിസോറി സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ രീതിയിൽ അങ്ങനെയൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയണ്ടേ. കാരണം അത്രയ്ക്ക് സാധ്യതകളാണ് ഇതിന്, കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം പാരന്റ്സ് എപ്പോഴും കുട്ടികളുടെ ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷന് വളരെയധികം ഇമ്പോർട്ടന്റ് കൊടുക്കുന്നു. പാരന്റ്സിന് അതുപോലുള്ള ഓറിയന്റേഷൻ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അതുപോലെ അവർ അറിയുന്നുണ്ട്. കുട്ടി ജനിക്കുന്നതിന് മുമ്പേ തന്നെ ഇവർ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടാവാം. അങ്ങനെ ആ ഒരു രീതിയിൽ പണ്ട് കാലത്തൊന്നും അത്രയൊന്നുമില്ല, 5 വയസ്സാകുമ്പോഴേക്കും സ്കൂളിൽ കൊണ്ടുവന്നാക്കുന്നു അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ്, ഏത് സ്കൂളിൽ വിടണം ആ രീതിയിൽ അവര് പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം അറിയാം കുട്ടിയുടെ ഡെവലപ്മെന്റിന് അങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റിൽ കൊണ്ടാക്കിയാലാണ് കുട്ടി അത് എന്താ പറയാ മോൾഡ് ചെയ്ത് ശരിക്കും ആ ഒരു ഇതിലേക്ക് വരുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവും അവയർനെസ്സും ഒക്കെ പാരന്റ്സിനും നല്ല പോലെ ഉണ്ട്. സോ അതുകൊണ്ട് മോണ്ടിസോറിയുടെ ഒരു പോസിബിലിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലാണ്. എത്രയോ വർഷങ്ങളായിട്ടുള്ള മെത്തേഡാണല്ലേ. വേൾഡ് വാറിന്റെ സമയത്താണ് ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ്. അതിനെപ്പറ്റി മറിയ മോണ്ടിസോറി ആലോചിച്ച് അതിനെപ്പറ്റി ഡിസൈൻ ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. സോ അത്രയും കാലങ്ങളായിട്ടും ഇതിന് ഇമ്പോർട്ടൻസ് കൂടി വരിക. പിന്നെ അന്നത്തെ മെത്തേഡും ഇപ്പോഴത്തെ മെത്തേഡും തമ്മിൽ സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ് അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ചില സ്കൂളുകൾ മിക്സഡ് വേർഷൻ ഓഫ് മോണ്ടിസോറി മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്
മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത കുറെ മെറ്റീരിയൽസ് ഉണ്ട്, അതുമുണ്ട്. അത് കൂടാതെ എക്സ്ട്രാ ചില കാര്യങ്ങൾ ഡിപ്പെൻഡിങ് ഓൺ ദ സ്കൂൾസ് അവര് സെറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ മറിയ മോണ്ടിസോറി തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇനീഷ്യലി തുടങ്ങിയ സ്കൂളിലെ മെറ്റീരിയൽസ് എല്ലാം അവര് പിന്നീട് അതിൽ മാറ്റങ്ങൾ വരുത്തി അപ്ഡേറ്റും ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, കുട്ടികൾ അവരുടെ 5 സെൻസസ് യൂസ് ചെയ്തിട്ടാണ് അവരിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്. അവരൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഒരു പെർസെപ്ഷൻ, അവരുടെ കാഴ്ചപ്പാട്, അത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. അത് ഇത് ത്രൂ സെൻസസ് ആണ് അവരിൽ അത് ബിൽഡ് ചെയ്യുന്നത്. നമ്മൾ കാണുന്നത് പോലെയാവില്ല ഒരു കുട്ടി ഒരു കാര്യം കാണുന്നത്. അപ്പൊ അവരുടെ പെർസെപ്ഷൻ അത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. പിന്നെ ബ്രെയിൻ ഡെവലപ്മെന്റ് നമ്മൾ പറഞ്ഞു, ഈ മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടികൾ അവരുടെ ഇമോഷണൽ ഇംപ്രഷൻ വളരെ വീക്ക് ആയിരിക്കും. ലൈക്ക് ഇപ്പോ അവരുടെ വീട്ടിലൊരാള് നഷ്ടപ്പെട്ടു, ഡെത്തായി, അത് ഒരു മെന്റലി ലോ ആയിട്ടുള്ള ഒരു കുട്ടിയുടെ ഇമോഷണൽ, അവർക്ക് അതൊരു അത്രയേ ഉള്ളൂ. ഇടയ്ക്ക് ഇവെന്തോ ചിലപ്പോ മറന്നു പോകും, പിന്നീട് കുറെ ദിവസം കഴിയുമ്പോൾ അവരന്വേഷിക്കും, അപ്പൊ ഇതുപോലെ ആളില്ല, നമ്മൾ വിട്ടുപോയി പറയുമ്പോ അത് കേൾക്കും, അത്രേ ഉള്ളൂ. മറ്റേ നോർമൽ ആയിട്ടുള്ള അവരുടെ പോലെ ഇവർക്ക് ആ ഒരു ഇമോഷൻസ് വരുന്നില്ല. ഇൻ സർട്ടൺ എക്സ്റ്റെൻസ് ഇറ്റ്സ് ഗുഡ് അല്ലെ, പക്ഷെ എന്നാലും ഇവരിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ആ ഒരു ഇമോഷൻസ് ഒന്നും ഇല്ലാതെ അവർ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു ടെൻഷനും ഒരു വിഷമവും നമുക്ക് വരികയാണ്. സോ ശരിക്കും എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് കുട്ടിയിലെ ഈ ഇന്റലിജൻസ് ഡെവലപ്മെന്റ് നടത്തുന്നത്. ചെറിയ പ്രായത്തില് പറഞ്ഞല്ലോ, അൺകോൺഷ്യസ്ലി 0 to 3 years അൺകോൺഷ്യസ് മൈൻഡ് ആണ്. ആ ഒരു സമയത്ത് കുറെ കാര്യങ്ങൾ ഇവരുടെ മെമ്മറിയിൽ അങ്ങ് രജിസ്റ്റർ ആകും. പിന്നെ അത് ആഫ്റ്റർ 3 years എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അത് കോൺഷ്യസ് മൈൻഡ് എന്നുള്ള ഒരു പ്രോസസ്സിലേക്ക് മാറും. പിന്നെ കാണുന്നതും കേൾക്കുന്നതും പഠിക്കുന്നതും ലേൺ ചെയ്യുന്ന പല കാര്യങ്ങളും എല്ലാം ഈ കോൺഷ്യസ് മൈൻഡിലായിരിക്കും ഇവരിൽ ഉണ്ടാകുന്നത്. അതവർ വളരുന്നോറും ആ ഒരു നോളജ് കൂടി വരുവാണ്. സ്റ്റേജ് ആ ഒരു ഇത്. പിന്നെ ഇത്തിരി ഏജ്ഡ് ആവുന്ന കാര്യമല്ല കേട്ടോ പറഞ്ഞേ, കുട്ടി നല്ല അഡൾട്ട് ആവുമ്പോൾ കുട്ടിയുടെ ഇംപ്രഷൻസ് വളരെയധികം പവർഫുൾ ആയിട്ട് മാറും. അതിന്റെ ഇന്റലിജൻസ് ഡെവലപ്മെന്റിന്റെ ആ ഒരു സ്റ്റേജ് ആണ്. അപ്പൊ കൂടുതൽ ആക്ടിവിറ്റീസ് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കണം അവരുടെ ഏജിനനുസരിച്ച്. നമുക്കറിയാം സ്കൂളുകളിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്, പലതും ഉണ്ട്. കുട്ടികൾക്ക് ഓപ്ഷനാണ്. ഓപ്ഷൻ മീൻസ് സെലക്ട് ചെയ്യാം, പക്ഷെ എല്ലാവരും നിർബന്ധമായിട്ടും അതിൽ പങ്കെടുക്കണമെന്നുണ്ട്. അങ്ങനെ ഈ സെൻസസ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് എനിക്കറിയില്ല. മോണ്ടിസോറി എൻവയോൺമെന്റിനെ 5 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് ഏരിയ ആണ് പ്രാക്ടിക്കൽ ഏരിയ. അതിലൊരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ബീൻസ് കണ്ടെയ്നറിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്, ഫില്ല് ചെയ്യുന്നതും വാട്ടർ ജഗ്ഗിലേക്ക് ഫില്ല് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അതായത് നമ്മൾ കിച്ചണിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ആ ഒരു കുട്ടിയുടെ ഏജിനനുസരിച്ച് അതിൽ എന്തെല്ലാം കാര്യങ്ങൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, ദാറ്റ് ഇസ് പ്രാക്ടിക്കൽ ഏരിയയിൽ നടക്കുന്നത്. മോണ്ടിസോറി സ്കൂളുകളിൽ ഉള്ള പ്രാക്ടിക്കൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ തന്നെയാണ്. ഓക്കെ, then comes sensorial area. Sensorial area എന്ന് പറഞ്ഞാൽ 5 senses ഉണ്ട്. ഈ 5 senses മാക്സിമം യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ത്രൂ ദിസ് സെൻസോറിയൽ ആക്ടിവിറ്റീസ് ആണ് കുട്ടികൾ പലതും പഠിക്കുന്നത്. ലൈക്ക് കളർ, ടെക്സ്ചർ, വെയിറ്റ്, സൈസ്, ബ്രെഡ്ത്ത്, ലെങ്ത്, അങ്ങനെയുള്ള ചില ഡയമെൻഷൻസ് ഒക്കെ ഇല്ലേ, അതെല്ലാം പഠിക്കുന്നത് ത്രൂ ദിസ് സെൻസോറിയൽ ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ ഇതെല്ലാം പഠിക്കുമ്പോൾ ഈവൻ ദോ പ്രാക്ടിക്കൽ ഏരിയയിലാണെങ്കിലും ഈ സെൻസോറിയൽ ഏരിയ ആണെങ്കിലും ഏതൊരു ഏരിയയിലും ആണെങ്കിലും ഇവര് പഠിക്കുമ്പോൾ ഒരു ബോണസ് പോലെ വേറൊരു കാര്യം കിട്ടും. ലാംഗ്വേജ് ഇംപ്രൂവ് ആകുന്നു. അവിടെ അവരെ പ്രത്യേകിച്ച് ആരും ലാംഗ്വേജ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവരുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ആകുന്നു. ഒരു വേർഡ്സ് യൂസ് ചെയ്യാൻ തുടങ്ങും. ദെൻ അവർ സെന്റൻസുകൾ പറയാനായിട്ട് തുടങ്ങും. കറക്റ്റ് സ്ട്രക്ചറിൽ സെന്റൻസ് ഫോം ചെയ്യും. അതിനൊരു എക്സാമ്പിൾ ആണ്, നമുക്ക് കളർ ബീഡ്സ് ഉണ്ട്, കളർ ടാബ്ലറ്റ്സ് ഉണ്ട്, ബീഡ്സ് ആൻഡ് ബീഡ്സ് ഉണ്ട്, കളർ ടാബ്ലറ്റ്സ് ഉണ്ട്. അപ്പൊ ടീച്ചർ കുട്ടികളെ കളർ ടാബ്ലറ്റ്സ് ഉപയോഗിച്ചിട്ടാണ്, ടീച്ചർ അല്ല ഫെസിലിറ്റേറ്റർ, കളർ ടാബ്ലറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് കളർ പഠിപ്പിക്കുന്നത്. ബ്ലൂ, റെഡ്, അങ്ങനെ നമുക്ക് 3 ടൈപ്പാണ് ഉള്ളത് കളർ ടാബ്ലറ്റ്സ്: പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷ്യറി. പ്രൈമറിയിൽ 3 കളേഴ്സ്, സെക്കൻഡറിയിൽ 7 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, ടേർഷ്യറിയിൽ വരുമ്പോൾ 11 കളേഴ്സ്. അങ്ങനെ കളർ ടാബ്ലറ്റ്സ് ഉണ്ട്. ഈ കളറ് പഠിപ്പിക്കുമ്പോൾ റെഡും ബ്ലൂവും ടാബ്ലറ്റ് എടുത്തിട്ട് പെട്ടെന്ന് എല്ലാ കളറും കൂടെ കുട്ടിയുടെ മുന്നിലേക്ക് കൊണ്ടുവരില്ല. കാരണം അത്രയും അവരുടെ ബ്രെയിൻ അങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുവാണല്ലോ 1 by 1 ആയിട്ട്. ഫസ്റ്റ് കളർ ടാബ്ലറ്റ് എടുത്തിട്ട് ബ്ലൂ 1 കുട്ടിയുടെ മുമ്പിലേക്ക് വെക്കും. രണ്ടും കൂടെ ഒരുമിച്ച് വെക്കില്ല. ബ്ലൂ 1 വെച്ചിട്ട് പറയും ദിസ് ഇസ് ബ്ലൂ എന്ന് പറയും. കുട്ടിയുടെ മൈൻഡിലേക്ക് ആ ഒരു ഇത്
കളറും വന്നു, ക്രോമാറ്റിക് സെൻസ് വന്നു, ടീച്ചർ പറഞ്ഞ സെന്റൻസ്, ഫെസിലിറ്റേറ്റർ പറഞ്ഞ സെന്റൻസ്, ദിസ് ഈസ് ബ്ലൂ. ദെൻ ബ്ലൂ ടാബ്ലറ്റ് മാറ്റി വെച്ചിട്ട് റെഡ് മുമ്പിലേക്ക് വെക്കും, ദിസ് ഇസ് റെഡ്. റെഡ് എന്നുള്ള കളർ ക്രോമാറ്റിക് സെൻസ് വരും, ദിസ് ഈസ് റെഡ് എന്നുള്ള സെന്റൻസും മനസ്സിലേക്ക് വരും. ദെൻ റെഡ് മാറ്റും, റെഡ് മാറ്റിയിട്ട് ബ്ലൂവും റെഡും ഒരുമിച്ച് വെച്ചിട്ട് ഫെസിലിറ്റേറ്റർ ചോദിക്കും വിച്ച് ഇസ് ബ്ലൂ, ടച്ച് ചെയ്ത് കാണിക്കാം, അല്ലെങ്കിൽ വിച്ച് ഇസ് റെഡ് അങ്ങനെയും ചോദിക്കാം. അല്ലെങ്കിൽ അങ്ങനെ അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നല്ലോ, വിച്ച് ഈസ് ബ്ലൂ അങ്ങനെ ചോദിക്കുമ്പോൾ ടച്ച് ചെയ്ത് കാണിക്കുന്നു. അല്ലെങ്കിൽ വിച്ച് ഈസ് ദിസ് എന്ന് ചോദിക്കുമ്പോൾ ദിസ് ഇസ് ബ്ലൂ. ആ ദിസ് ഈസ് ബ്ലൂ എന്ന് പറയാനായിട്ട് കുട്ടി ഫസ്റ്റ് ആ ഒരു ലെവലിൽ പഠിച്ചല്ലോ. അപ്പൊ അങ്ങനെ അവരുടെ ലാംഗ്വേജും ഇമ്പ്രൂവ് ആകുന്നു. ഏത് ഏരിയയിലും കുട്ടിയെ കൊണ്ട് ആക്ടിവിറ്റി ചെയ്യിക്കുമ്പോൾ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നതാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ലാംഗ്വേജ് ഏരിയ നമുക്കുണ്ട്, റീഡിങ് റൈറ്റിങ്ങിനുള്ള ഏരിയ ഉണ്ട്. അവിടെ ഒന്നും ഫോഴ്സ്ഫുള്ളി അല്ല റീഡിങ് റൈറ്റിംഗും വരുന്നത്. അപ്പൊ റീഡിങ്ങും റൈറ്റിങ്ങിനും മുമ്പ് അതിന്റെ ഒരു പ്രീ ആക്ടിവിറ്റീസ് ഉണ്ട്, പ്രീ റൈറ്റിംഗ് ബോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തോന്നുന്നു. അതൊക്കെ നിങ്ങൾക്ക് വരും ഇനി മൊഡ്യൂൾ 3 ആവുമ്പോഴേക്കും. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ലാംഗ്വേജ് ഏരിയ കഴിയുമ്പോഴേക്കും പിന്നെ അരിത്തമാറ്റിക് ഏരിയ, മാത്തമാറ്റിക്കൽ ഏരിയ, അഡീഷൻ, നമ്പേഴ്സ്, കൗണ്ടിങ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എല്ലാം വരും. അത് കഴിയുമ്പോൾ സയൻസ് ഏരിയ വരും. സയൻസ് ഏരിയയിൽ നമുക്ക് ഗ്ലോബ് ഉണ്ടാകും, സോളാർ സിസ്റ്റം അത് കാണിക്കും. അതൊക്കെ പിക്ചർ ആയിരിക്കും അവർക്ക്. പിന്നെ എന്റെ മോഡൽസും ഉണ്ടാവും. പിന്നെ അതുപോലെ സുവോളജി പാർട്ടും ഉണ്ടാവും, ബോട്ടണി പാർട്ടും ഉണ്ടാവും. അതായത് പെറ്റ്സ് ഉണ്ടാകും, പിന്നെ ഗാർഡൻ ഉണ്ടാകും, സാൻഡ് പിറ്റ് ഉണ്ടാകും, വാട്ടർ പൂൾ ഉണ്ടാകും. അങ്ങനെ കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ 5 ഏരിയ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മോണ്ടിസോറി എൻവയോൺമെന്റ്, പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ, സെൻസോറിയൽ ഏരിയ, ലാംഗ്വേജ് ഏരിയ, ദെൻ മാത്തമാറ്റിക്കൽ ഏരിയ, സയൻസ് ഏരിയ. അങ്ങനെ 5 ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കുട്ടിയുടെ ത്രൂ ഓൾ ദ സെൻസസ് എല്ലാ ആക്ടിവിറ്റീസും ചെയ്യും. ഇതൊക്കെ ഇന്റലിജൻസിൽ വരുമ്പോൾ ഇങ്ങനെ കുട്ടിയെല്ലാം പഠിക്കുന്നത് ത്രൂ എൻവയോൺമെന്റിൽ കാണുന്ന പല കാര്യങ്ങളും. പിന്നെ ഇപ്പോ മോണ്ടിസോറി എൻവയോൺമെന്റിൽ വന്നിട്ട് ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഔട്ട്സൈഡ് എൻവയോൺമെന്റുമായിട്ട് അത് കണക്ട് ചെയ്യാനായിട്ട് നോക്കും. അങ്ങനെ കുറെ കാര്യം. നെക്സ്റ്റ്, ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. അത് കുറച്ചുണ്ട്, എനിക്കത് പറയാൻ. അത് കുറച്ച് എടുത്തിട്ട് നമുക്ക് ഡൗട്ട്സ് ക്ലിയറിംഗിലേക്ക് പോകാം. It's nothing but imagination, creativity. That is very much very needed. Like അല്ലെങ്കിൽ ഓരോ കുട്ടിയും ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ അവർ കുറെ കാര്യങ്ങൾ ഇമാജിൻ ചെയ്യും. അവർ ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം. അതായത് ഫാന്റസി എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്, റിയാലിറ്റിയും ഫാന്റസി. മോണ്ടിസോറി പറയുന്നത് റിയൽ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യണം എന്ന് തന്നെയാണ്. ബട്ട് ദിസ് ഫാന്റസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എ സർട്ടൺ എക്സ്റ്റെന്റ്, ഞാൻ പേഴ്സണലിയും കൂടെ പറയുകയാണ്, സർട്ടൺ എക്സ്റ്റെന്റ് ഫാന്റസി ഈസ് വെരി ഗുഡ്. ബട്ട് അത് കൂടുതലാവുമ്പോൾ ദാറ്റ്സ് നോട്ട് ഡൺ. കൂടുതൽ പാടില്ല. എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, നമ്മൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ചിലതിനെ പറ്റി നമ്മൾ ചിലപ്പോ ഡ്രീം ചെയ്യും. ബട്ട് ഇഫ് ഇറ്റ് ഗീവ്സ് us happiness, then it's okay. ബട്ട് നമുക്കൊരു ഗിൽറ്റി ഫീലിംഗ് ആണെങ്കിൽ then it is not done. അല്ലെ? നമ്മൾക്കൊരു എക്സാം വരുവാണ്, മെയിൻ എക്സാം ആണ് നമ്മുടെ ലൈഫിലെ, നമ്മുടെ ആ ഒരു അക്കാദമിക്സിലെ മെയിൻ ഒരു എക്സാം ആണ്. നമ്മളിങ്ങനെ വിചാരിക്കാം, ഞാൻ പഠിച്ച ഭാഗത്തു നിന്നൊക്കെ തന്നെ ക്വസ്റ്റ്യൻസ് വരുന്നു, ഞാൻ പഠിച്ച സർക്യൂട്ട് ഡയഗ്രാം അല്ലെങ്കിൽ പിക്ചർ അതിനെ കുറിച്ച് ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ എന്ത് രസമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പരീക്ഷയ്ക്ക് മുമ്പ് നമ്മൾ ഇന്ന് ഡേ ഡ്രീം ചെയ്യുക. ദാറ്റ് ഇസ് സം സോർട്ട് ഓഫ് ഫാന്റസി. നമുക്ക് വേറൊരു ഫാന്റസി വേൾഡിനകത്തിരിക്കുക. പക്ഷേ അത് നമുക്കൊരു ഇൻസ്പിറേഷൻ ആക്കിയിട്ട് എന്നാ ഞാൻ എല്ലാ ഭാഗങ്ങളും നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യാം, അങ്ങനെയാവുമ്പോൾ എനിക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റും എന്ന് വിചാരിച്ച് നമ്മൾ അവിടെ ഇമാജിനേഷൻ അത് ഓക്കെയാണ്. അതേസമയം പഠിക്കാതെ ഫുൾ ടൈം നമ്മളിങ്ങനെ ഫാന്റസി ഡേ ഡ്രീമിങ് ചെയ്തുകൊണ്ട് പരീക്ഷയ്ക്ക് വരുമ്പോൾ ഒന്നും അറിയാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് അപ് ടു സർട്ടൺ ഒരു ഇതുവരെ ഫാന്റസി നമുക്കൊരു മോട്ടിവേഷൻ ആണ്. അതുപോലെ തന്നെയാണ് കുട്ടികളിലും അവർക്ക് ഇമാജിനേറ്റീവ് പവർ വേണം. അപ്പോഴാണ് അവർക്ക് ക്രിയേറ്റീവ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കുട്ടികൾക്ക് ചില ഇൻബോൺ പവേഴ്സ് അവരുടെ ഉള്ളിൽ തന്നെ കുറെ കാര്യങ്ങളുണ്ട്. അബ്സോർബൻ മൈൻഡ് ആണ്, സെൻസിറ്റീവ് പീരീഡും ആണ്. അതുകൂടാതെ പല കുട്ടികളും യൂണീക്ക് ആണ്, അവർക്ക് ഉള്ളിൽ പല പല എന്താ പറയാ പൊട്ടൻഷ്യലും പവറും എല്ലാം ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച്
അവര് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും, അവർ ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. ചില സമയത്ത് കുട്ടികൾ ഇങ്ങനെ ഇരുന്ന് കളിക്കുമ്പോൾ അത് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ മതി അതൊക്കെ മാറ്റി വെക്കുക, അല്ലെങ്കിൽ ഇവിടെ മുഴുവൻ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കമന്റ് ഒക്കെ ചെയ്യുമ്പോഴേക്കും ദാറ്റ് വിൽ അറസ്റ്റ് ദർ ഡെവലപ്മെന്റ്, അത് അവരെ അങ്ങോട്ട് ഡൗൺ ആക്കും. സോ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു 2 പാരഗ്രാഫ്സ് ഇല്ലേ, ഇത് വായിച്ചിട്ട് നമുക്ക് ഡൗട്ട്സ് ഭാഗങ്ങളിലേക്ക് ഒന്ന് പോകാം. അല്ലെങ്കിൽ ഈ മെച്യൂരിറ്റി വരെ വായിച്ചോളൂ, മെച്യൂരിറ്റി വരെ വായിച്ചോട്ടോ. ടൈം കിട്ടും അപ്പൊ 12:42 അത് ഇപ്പൊ ഡൗട്ട് ക്ലിയർ ചെയ്യണം, ഈ ടോപ്പിക് പിന്നെ എടുത്താൽ മതി എന്നാണോ? മിസ് ഡൗട്ട് ക്ലിയർ ചെയ്യാന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? ഇതുവരെ നിങ്ങൾക്ക് എടുത്ത പോർഷൻസ്, അത് റിലേറ്റഡ് അസൈൻമെന്റ്, ആക്ടിവിറ്റി, അതൊക്കെ നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് പോകാം. പിന്നെ റെക്കോർഡ് റൈറ്റിംഗിൽ എന്തെങ്കിലും സംശയങ്ങൾ, സർവേ ചെയ്യുന്നതിന് എന്തെങ്കിലും സംശയങ്ങൾ, അപ്പോഴേക്കും നമുക്ക് ഈ ടൈം മതിയോ? അങ്ങനെ ടൈമിന് നമുക്ക് വരും, ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി വരും ടൈം. എന്നാ ചോദിച്ചോളൂ. എന്നാ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റി എന്താന്ന് മനസ്സിലായല്ലോ. ക്രിയേറ്റീവ് ആയിരിക്കണം എല്ലാവരും, അത്രയേ ഉള്ളൂ. നമ്മുടെ കണ്ടന്റിന്റെ കാര്യത്തിൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല, കുട്ടികൾ ക്രിയേറ്റീവ് ആകുക, അത്രയേ ഉള്ളൂ. ഓക്കെ, പറഞ്ഞു, ചോദിച്ചു. എനിക്ക് സർവേയുടെ കാര്യത്തിൽ മാത്രമേ ഇനി ഡൗട്ട് ഉള്ളൂ, ബാക്കി ഇതുവരെ ഉള്ളതെല്ലാം ഞാൻ ചെയ്തു. അത് സർവേയുടെ കാര്യത്തിൽ അത് ഫയൽ വർക്ക് ആയിട്ടാണോ ചെയ്യേണ്ടത്, അതോ നമ്മുടെ നോട്ട്ബുക്കിലാണ്? ഇപ്പൊ ഞാനൊരു A4 സൈസ് നോട്ടിലാണ് ഇതുവരെയുള്ള അസൈൻമെന്റ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് അതുപോലെ പറ്റൂല, ഇതൊരു ഫയൽ വർക്ക് അല്ലേ? നോട്ട്ബുക്കിൽ ചെയ്താലും നമ്മൾ 5 പാരന്റ്സിന്റെ അടുത്ത് ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ടല്ലോ ഷീറ്റില്, അത് ഞാൻ കളക്ട് പിൻ ചെയ്താലും മതി നോട്ട്ബുക്ക് ആണെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഫയലില് പേപ്പറിൽ ചെയ്താലും മതി. ഇറ്റ്സ് അപ് ടു യു, നോ പ്രോബ്ലം. നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ചെയ്യും, ആ ഒരു ഇത് മിസ്സായി പോകരുത്, അത്രയേ ഉള്ളൂ. ഫയൽ ആണെങ്കിലും സെക്യൂർ ആയിട്ട് വെക്കണം, ലൂസ് ഷീറ്റ് ആണെങ്കിലും സെക്യൂർ ആയിട്ട് വെക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ മിസ്, അതെ, ആ ഡൗട്ടേ ഉള്ളൂ, ബാക്കി എല്ലാം ചെയ്തു. പിന്നെ പസിൽസിന്റെ കാര്യത്തിൽ ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല, അത് മിസ് ക്ലിയർ ചെയ്തതല്ല. പസിൽസ് എന്നുള്ളത് എന്താണ്? റെക്കോർഡ് വർക്കിൽ 3ാമത്തെ റെക്കോർഡില് എന്താണ് പസിൽസ് ഉദ്ദേശിക്കുന്നത്? കിഡ്സ് ആൻഡ് അതർ ആക്ടിവിറ്റി ബുക്ക് ആണോ ഉദ്ദേശിച്ചത്? കളക്ഷൻ ബുക്ക്. പസിൽസിനകത്ത് നമുക്ക് എന്ത് ടൈപ്പ് പസിൽസും എഴുതാം. പക്ഷെ ഞാൻ എന്റെ റെക്കോർഡിൽ എഴുതിയത് വേർഡ് പസിൽസ് മാത്രമേ ഉള്ളൂ, സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ആൻസർ കണ്ടുപിടിക്കുന്ന രീതിയിലുള്ളത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് 4ാമതൊരു റെക്കോർഡ് ബുക്ക് ഉണ്ട്, കിഡ്സ് ആൻഡ് അതർ ആക്ടിവിറ്റി ബുക്ക്. അതിൽ നമുക്ക് പസിൽസ് നിറയെ ഉണ്ട്. അത് പിക്ചർ പസിൽ ഉണ്ട്, ക്രോസ്വേർഡ് പസിൽ ഉണ്ട്, നമ്പർ പസിൽസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ആ ടൈപ്പ് പസിൽസ് കളക്ഷൻ ബുക്കിൽ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ബട്ട് റിപ്പീറ്റ് ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ. സെയിം ക്വസ്റ്റ്യൻ തന്നെ മറ്റേത് കൊണ്ട് എഴുതി വെക്കരുത്, അതേ ഉള്ളൂ. ഞാൻ പിന്നെ മറ്റേ ബുക്ക് അങ്ങനെ വന്നതുകൊണ്ട് ഇതിനകത്ത് ഫുൾ സ്റ്റേറ്റ്മെന്റ് വരുന്ന രീതിയിലുള്ള പസിൽസ് ആണ് ചെയ്തു വെച്ചത്. പിന്നെ പസിൽസ് ഇറ്റ് ഷുഡ് ബി ലൈക്ക് ഒരു ഫാക്ട് പോലെ, അതായത് നമ്മൾ റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻസ്, പിന്നെ പൊസിഷൻ, ഒരാൾ മുമ്പിൽ നിൽക്കുന്നു അതിന്റെ പുറകിൽ ഉണ്ടാവും, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവില്ലേ, നമ്മൾ കുറേ ചിന്തിക്കേണ്ട അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഞാൻ പസിൽസിൽ എഴുതിയത്. റിഡിൽസ് എന്ന് പറഞ്ഞ കടങ്കഥകളായിരുന്നു. അതെ, മനസ്സിലായി. പക്ഷെ അതൊക്കെ വലിയ ഇതല്ലേ, അപ്പൊ നമ്മള് കുട്ടികളല്ലേ, അപ്പൊ അത്രയും വലിയ ഇതൊക്കെ എഴുതണമെന്ന് ചോദിച്ചത്. കുട്ടികൾക്കാവുമ്പോ നമ്മൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ലൈക്ക് ഞാനൊന്ന് വായിക്കാലോ, റിലേഷൻഷിപ്പ് ആണോ ഏതാണ്ട്. നമ്മൾ സാധാരണ നമ്മളുടെ ഒക്കെ ഒരു വലിയ ആൾക്കാർക്കൊക്കെ കൊടുക്കുന്ന വെച്ചാൽ കുറേ സ്റ്റേറ്റ്മെന്റ് അതിനകത്ത് ഉണ്ടാകും. ഇതെന്ന് വെച്ചാൽ 1ഓ 2ഓ സ്റ്റേറ്റ്മെന്റ് വെച്ച് കണക്ട് ചെയ്യുന്ന രീതിയിൽ. അതായത് എ എന്ന വ്യക്തിയുടെ മകനാണ് ബി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുഴപ്പിക്കണതാണോ? അതില് നമ്മള് സാധാരണ ചില ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും സ്റ്റേറ്റ്മെന്റ്. ഇവർക്ക് കൊടുക്കുമ്പോ അത്രയും കൊടുക്കേണ്ടത് അവരെന്നാ ഞാൻ പറയാം. ഹരി ഈസ് സ്റ്റാൻഡിങ് ബിഹൈൻഡ് ഗോപാൽ ആൻഡ് അറ്റ് ദ സെയിം ടൈം ഗോപാൽ ഈസ് സ്റ്റാൻഡിങ് ബിഹൈൻഡ് ഹരി. അവിടെ നമുക്ക് 2 പേഴ്സൺസേ ഉള്ളൂ അല്ലേ?
ഹൗ ഇസ് ദിസ് പോസിബിൾ അതായിരുന്നു ക്വസ്റ്റ്യൻ. അവിടെ 2 വ്യക്തികളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. അതേസമയം കുറച്ചുകൂടെ വലിയ ഇച്ചിരി ഒന്ന് ചിന്തിക്കുന്ന ടൈപ്പ് ആവുമ്പോ അവിടെ 3-4-5 പേരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത്രയ്ക്കൊന്നും കുട്ടികളിലേക്ക് പോകണ്ട. ഇവിടെ ഇപ്പൊ 2 വ്യക്തികളെ ഉള്ളൂ. ഹരി ഈസ് സ്റ്റാൻഡിങ് ബിഹൈൻഡ് ഗോപാൽ ആൻഡ് അറ്റ് ദ സെയിം ടൈം ഗോപാൽ ഈസ് സ്റ്റാൻഡിങ് ബിഹൈൻഡ് ഹരി. ഹൗ ഇസ് ദിസ് പോസിബിൾ അതായിരുന്നു ക്വസ്റ്റ്യൻ. ബോത്ത് ആർ സ്റ്റാൻഡിങ് വിത്ത് ദർ ബാക്സ് ടുവേർഡ്സ് ഈച്ച് അതർ. അതൊക്കെ കുട്ടികൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമായിരിക്കണം. അവരൊന്ന് ചിന്തിക്കും അങ്ങനെ ആവുമ്പോ എങ്ങനെയാന്ന്. അവരിപ്പോ കുറെ ആലോചിക്കും എങ്ങനെയാ അവര് നിക്കുന്നതെന്നൊക്കെ. ചിലർ വരച്ചൊക്കെ നോക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അത് ഈ 3 വയസ്സുള്ള കുട്ടികളല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഒരു UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഉള്ളവരോടൊക്കെ നമുക്ക് ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ I am 5-letter word. If you remove one, only 2 letters remain. What word am I? അങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അപ്പൊ അവരുടെ വേർഡ് പവർ ഒക്കെ വേർഡ് പവർ ഒക്കെ ഒന്ന് മനസ്സിലാകാനായിട്ട് പറ്റും. സ്റ്റോൺ എന്നാണ് ആൻസർ. 1 എന്ന് ഉദ്ദേശിക്കുന്നത് ONE 1 ആണ്. നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ 1 ലെറ്റർ റിമൂവ് ചെയ്തെന്നുള്ള ആ ഒരു ഇത് വരും. 5 ലെറ്റർ വേർഡ് ആണ്, പക്ഷെ 1 റിമൂവ് ചെയ്യുമ്പോൾ 2 ലെറ്റർ ആയിട്ട് മാറും. STONE സ്റ്റോൺ. അപ്പൊ ചിലര് ചിന്തിക്കുന്നവര് 5 ലെറ്ററിൽ നിന്ന് 1 റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ 2 ആവാന്ന് ചിന്തിക്കുമ്പോ പിന്നെ അവർ ഓർക്കും യെസ് 1 എന്നുള്ള ഇത് വരുന്ന ONE വരുന്ന ഏതോ വേർഡാണ്. അതൊക്കെ ചിലപ്പോൾ ആൻസർ ചെയ്യുമായിരിക്കും. നമുക്ക് കുട്ടികളെ നമുക്ക് അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ റിലേഷൻഷിപ്പ് ഒക്കെ ഒന്ന് ചോദിക്കുമ്പോൾ കുറെ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ഭയങ്കര സിമ്പിൾ ആയിട്ട് അങ്ങനെയുള്ള ചെയ്യുക. നിങ്ങൾക്ക് ഏത് പസിൽസും എഴുതാട്ടോ. കാരണം ഈ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക് വരുന്നത് കൊണ്ടാണ് ഞാൻ ബാക്കി ക്രോസ് വേർഡും പിക്ചർ പസിലും ഒന്നും ഇതിൽ ചേർക്കാതിരുന്നത്. അതൊക്കെ എഴുതാൻ കുഴപ്പമൊന്നുമില്ല. പിള്ളേർക്ക് കുറെ കൂടെ ഇഷ്ടമായിരിക്കും. ഞാൻ എഴുതിയ ഒരെണ്ണം പറയട്ടെ. ഇംഗ്ലീഷില മലയാളത്തിൽ പറയാം. ഒരു എഗ്ഗ് ബോയിൽ ആവാൻ വേണ്ടി 15 മിനിറ്റ്സ് എടുക്കും. അപ്പൊ 5 എഗ്ഗ് ബോയിൽ ആവാൻ എത്ര മിനിറ്റ്സ് എടുക്കും എന്നുള്ള അങ്ങനെയൊക്കെ പറ്റില്ലേ? അതൊക്കെ പറ്റും. അത് 15 മിനിറ്റ്സ് തന്നെയാണല്ലോ. അത് അങ്ങനെ എഴുതിയിട്ടുണ്ട്. അതെല്ലാം പറ്റും. അതിന് വിപരീതം ഞാനും എഴുതിയിട്ടുണ്ട്. ഒരു പൂച്ചക്ക് ഒരു എലീനെ കഴിക്കാൻ എത്ര സമയം എടുക്കും, അപ്പൊ 5 പൂച്ചകൾക്ക് കഴിക്കാൻ എത്ര സമയം എടുക്കും. അതൊക്കെ അവർക്ക് ഇഷ്ടാവുമല്ലോ കേൾക്കുമ്പോ തന്നെ. നമ്മൾ ഇച്ചിരി പിക്ചറൊക്കെ കൊണ്ട് ചെല്ലുമ്പോഴും ഒക്കെ അതൊക്കെ ഇഷ്ടാവും. പിന്നെ ഫേസ് മാസ്ക് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞില്ലേ, ഈ ക്ലാസ്സിലാണോ ആരോ എന്നെ നല്ല ഭംഗിയുള്ള മാസ്ക് ഒക്കെ ഉണ്ടാക്കി കാണിച്ചു? ഉണ്ടാക്കിയായിരുന്നു മിസ് ഒരു കുട്ടി. സ്റ്റോറി പറയുമ്പോ അവർക്ക് ഓറൽ അത് അങ്ങനെ നറേറ്റ് ചെയ്യുന്നതിനേക്കാൾ അവർക്ക് ഇങ്ങനെ ഇതെല്ലാം കാണിച്ച് നറേറ്റ് ചെയ്യുമ്പോ കുറച്ചുകൂടി ഇഷ്ടാവും. ലൈവ്ലി ആവുമല്ലോ ക്ലാസ്. അവരുടെ മുഖത്തൊക്കെ തന്നെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അത് നമ്മളൊന്ന് ചോദിക്കുക, ആർക്കാ എലിയാകണ്ടേ ആർക്കാ പൂച്ചയാകണ്ടേ എന്നൊക്കെ ചോദിക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോ ഫീൽ ആയാലോ. അത് അവരുടെ ഒരു രീതി അനുസരിച്ച് നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അറിയാലോ കുട്ടികളോട് എങ്ങനെയാന്ന്. ഞാൻ ആ കാര്യത്തിൽ ഇച്ചിരി പുറകോട്ടാ. പക്ഷെ കുട്ടികൾക്ക് തന്നെ എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെടാറുണ്ട്. ബട്ട് എനിക്ക് അവരെ ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്യാനോ അങ്ങനെയൊക്കെ എനിക്ക് ഇച്ചിരി എന്തോ ബ്ലോക്കിങ്ങാ. പിന്നെ വേറെന്താ മിസ്? റെക്കോർഡ് ബുക്ക് ഇല്ലേ, ഇപ്പൊ നമ്മള് ഫസ്റ്റ് കളക്ഷൻ ബുക്ക് 2 സൈഡും പ്ലെയിൻ ആയിട്ടുള്ളതാണ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് 2 ബുക്ക് ഉണ്ടാവും റെക്കോർഡ് ബുക്ക്. അത് എങ്ങനത്തെ വേണം? 4th 5th. ഈ പ്ലെയിനിൽ എഴുതാൻ കോൺഫിഡന്റ് ആണെങ്കിൽ, അതായത് വരയിടാത്ത പോർഷൻ ഉണ്ട്, അങ്ങനത്തെ 2 സൈഡും വരയിടാത്തതാണ്, അങ്ങനെ പ്ലെയിൻ ആണ്, അൺറൂൾഡ് ആണെങ്കിൽ വര ഇടാത്തതിൽ എഴുതാൻ കോൺഫിഡന്റ് ആണെങ്കിൽ അത് തന്നെ വാങ്ങിക്കാം. അല്ലെങ്കിൽ റൈറ്റ് സൈഡ് റൂൾഡും ലെഫ്റ്റ് സൈഡ് പ്ലെയിനും വാങ്ങിക്കാം. കാരണം നമുക്ക് സ്റ്റോറി, റൈം ഈ 2 റെക്കോർഡ് ബുക്കിന് ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കണം. വരയ്ക്കുക അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യോ പിക്ചർ പേസ്റ്റ് ചെയ്യോ ചെയ്യണം. ഓരോ കഥയ്ക്കും അല്ലെങ്കിൽ ഓരോ റൈമിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പിക്ചേഴ്സ് നമ്മൾ വരയ്ക്കുകയോ അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യുകയോ ചെയ്യണം. ആ റെക്കോർഡ് നമ്മൾ ചെയ്തല്ലോ. നമ്മൾ റൈമും സ്റ്റോറിയും നമ്മൾ ചെയ്തു മിസ്സേ.
ചെയ്തു കഴിഞ്ഞോ? ഓക്കെ, വെരി ഗുഡ്. ചിലപ്പോ ആരെങ്കിലും ഇനി 2 കൂടി ഉണ്ടാവൂലേ? 5 റെക്കോർഡ്സ് അല്ലേ? റെക്കോർഡ്സ് ആണ്. അതിൽ 4ാമത്തെ റെക്കോർഡാണ് നമ്മളിപ്പോ കളക്ഷൻ ബുക്കിന്റെ പോലെ തന്നെ നമ്മൾ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക് എന്ന് പറഞ്ഞത്. അതായത് ശരിക്കും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാജിക് പോട്ട് കളിക്കുടുക്കൊക്കെ ഇല്ലേ, അതുപോലെ ആൻസർ ഒന്നുമില്ല, എല്ലാം ക്വസ്റ്റ്യനേ ഉള്ളൂ. അതായത് ഇപ്പം ഡോട്ട്സ് ജോയിൻ ചെയ്ത പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക. ചിലപ്പോൾ ആൽഫബറ്റ്സ് ആയിരിക്കും ഡോട്ട്സിലുള്ളത്, കുട്ടികൾ അത് പഠിക്കല്ലേ, ABCD അങ്ങനെ, അല്ലെങ്കിൽ നമ്പേഴ്സ് ജോയിൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഫൈൻഡ് ദ വേ, വഴി കണ്ടുപിടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് അതിൽ വരുന്നത്. പിന്നെ ഒരു പിക്ചർ കൊടുത്തിട്ട് ഈ പിക്ചറിന് അതുപോലെ തന്നെ ഇരിക്കുന്ന 5 എണ്ണം വേറെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഒരു റാബിറ്റിനെ വരച്ചു നമ്മള്, അതുപോലെ തന്നെ സിമിലാരിറ്റി തോന്നിക്കുന്ന 5 എണ്ണം നമ്മൾ വരച്ചിട്ടുണ്ടാകും. ബട്ട് എല്ലാം ഈ 5ഉം മെയിൻ പിക്ചറുമായിട്ട് ഡിഫറൻസ് ഉണ്ടാകും. വാലില്, ചെവിയില്, മീശയില്, കണ്ണില്, അങ്ങനെ എന്തിലെങ്കിലൊക്കെ ഒരു വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് വേണം നമ്മൾ ബാക്കി 5 വരയ്ക്കാൻ. മെയിൻ പിക്ചറും ഈ 5 പിക്ചേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഒന്നിനും നമ്മൾ ആൻസർ എഴുതരുത്, മനസ്സിലായോ? പിന്നെ അതുപോലെ തന്നെ മിസ്സേ വരക്കേണ്ടി വരുമോ? എല്ലാം നമ്മൾ വരക്കേണ്ടി പേസ്റ്റ് ചെയ്താലും മതി. പക്ഷെ ഇങ്ങനത്തെ ഇതൊക്കെ ഞാൻ വരയ്ക്കുകയല്ല, മീൻസ് ഞാൻ വരച്ചില്ല, ഞാൻ എന്റെ മക്കളെ കൊണ്ടാട്ടോ വരപ്പിച്ചേ. എനിക്ക് വരയ്ക്കാനൊന്നും അത്ര വശമില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്താൽ കാണിച്ചു തരാം. മിസ്സേ നമുക്കിപ്പോ ഗൂഗിളിൽ നിന്നൊക്കെ സെർച്ച് ചെയ്ത് അങ്ങനത്തെ പിക്ചേഴ്സ് കിട്ടുമല്ലോ, അപ്പൊ നമ്മൾ അത് പേസ്റ്റ് ചെയ്താൽ പോരെ പ്രിന്റ് എടുത്തിട്ട്? തീർച്ചയായും മതി. ഞാൻ എന്റെ മക്കൾക്ക് ഇച്ചിരി പണി കൊടുക്കണം എന്നുള്ള ഇതിൽ ഞാനത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ. എനിക്കങ്ങനെ പണി കൊടുക്കാൻ പറ്റിയ മക്കളില്ല കുട്ടി, അതുകൊണ്ട് കുഞ്ഞാണ് മിസ്സേ, അവരെ പേടിച്ചാണ് ഓരോന്ന് ചെയ്യുന്ന തന്നെ. ആണോ? കുഞ്ഞു മക്കളാണോ? 2 വയസ്സായതേ ഉള്ളൂ. അവര് ബുക്കിലൊക്കെ വരച്ച് കുറിക്കും. ശരി, അപ്പൊ അവരെ കാണാതെ വേണം നമുക്ക് ചെയ്യാൻ. ഉറക്കി കിടത്തിയിട്ടൊക്കെയാ ചെയ്യുന്നേ. കലണ്ടർ മനസ്സിലായിരുന്നോ? മിസ് കലണ്ടറിന്റെ കാര്യം പറഞ്ഞായിരുന്നു. കലണ്ടർ പറഞ്ഞില്ലല്ലോ. നമ്മളുടെ ആ റെക്കോർഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ലേ, 4ാമത്തെ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക്. ഇല്ല, 3 ചെയ്തില്ലല്ലോ. 13 സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞത്. ലാസ്റ്റ് ഡേറ്റ് 13 വരെ ഉണ്ട്. ഓക്കെ, മനസ്സിലായി. നമ്മുടെ 5ാമത്തെ റെക്കോർഡും കൂടെ ഞാനൊന്ന് പറയാം. 5ാമത്തെ റെക്കോർഡ് അപ്പാരറ്റസ് റെക്കോർഡാണ്. അതായത് നമ്മളിപ്പോ മോണ്ടിസോറി എൻവയോൺമെന്റിന്റെ 5 ഏരിയ പറഞ്ഞില്ലേ, പ്രാക്ടിക്കൽ ഏരിയ, സെൻസോറിയൽ ഏരിയ, ലാംഗ്വേജ് ഏരിയ, ഏരിയ, സയൻസ് ഏരിയ. ഈ 5 ഏരിയയെ കുറിച്ചാണ് നമ്മൾ ആ അപ്പാരറ്റസ് റെക്കോർഡിൽ എഴുതുന്നത്. അത് നമ്മള് ക്ലാസ് റൂമിൽ ഇരുന്നാണ് എഴുതുന്നത്. മോഡ്യൂൾ 3 എടുക്കുമ്പോൾ ഓരോ ഏരിയ ആയിട്ടാണ് നമുക്ക് പാർട്ട്. ആ ഓരോ പാർട്ട് എടുക്കുന്നതിനനുസരിച്ച് നമ്മൾ ആ റെക്കോർഡ് കംപ്ലീറ്റ് അതിലേക്ക് എഴുതി വെക്കും. അപ്പൊ നിങ്ങളുടെ ആ റെക്കോർഡ് എഴുതാൻ മാത്രം നമ്മൾ ക്ലാസ് റൂമിലാണ്. ക്ലാസ് റൂമിൽ ഞാനത് പ്രസന്റ് ചെയ്യും, പറഞ്ഞു തരും എക്സ്ട്രാ പോയിന്റ്. ഇപ്പൊ എന്റെ റെക്കോർഡ് ഇപ്പം 7 അത്രയും ഇയേഴ്സ് ബാക്ക് ആയിട്ടുള്ളതല്ലേ, കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആക്കണമെങ്കിൽ അതിലേക്ക് കൂടുതൽ ഡേറ്റാസ് ആഡ് ചെയ്ത് പറഞ്ഞു തരും. അപ്പൊ ഈ ഫസ്റ്റ് ബാച്ചിന് ഇത് എടുക്കുന്ന സമയത്തായിരുന്നു ഹസ്ബൻഡ് ഹോസ്പിറ്റലൈസ്ഡ് ആയത്. ഞാൻ എന്ത് ചെയ്തു, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറഞ്ഞ് നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ട് ഉണ്ട് റീച്ചോ, അത് ഷെയർ ചെയ്തു, റെക്കോർഡ് ഷെയർ ചെയ്തു. അവർ തന്നെയായിരുന്നു ഒന്ന് ക്ലാസ് ലീഡ് ചെയ്ത് കൊണ്ടുപോയത്, നമ്മുടെ പിള്ളേര്, നമ്മുടെ ട്രെയിനീസ്. ശരിക്കും അങ്ങനെയുണ്ട് മോണ്ടിസോറി മെത്തേഡില്. ഒരു ഇങ്ങനെ ചിലപ്പം ഫെസിലിറ്റേറ്റർ അങ്ങ് മാറി നിൽക്കും. ലൈക്ക് ഇപ്പൊ എനിക്ക് അന്ന് ഫോഴ്സ്ഫുള്ളി ലീവ് ആവേണ്ട വന്നതാണ്, അങ്ങ് മാറി നിൽക്കും, ഇവര് തന്നെ ക്ലാസ് കൊണ്ടുപോകും. അത് നമ്മളുടെ ഒരു സെഷൻ തന്നെയാണ്. പക്ഷെ നിങ്ങൾ എത്രത്തോളം അത് ആക്സെപ്റ്റ് ചെയ്യുന്ന അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഇപ്പോഴൊന്നും തുടങ്ങാത്തത്. ഇനീഷ്യലി നമുക്ക് പറ്റില്ല. ഒരു ഫസ്റ്റ് മോഡ്യൂളൊക്കെ ഇങ്ങനെ കഴിയുമ്പോഴേക്കും അങ്ങ് വിട്ടുതരും. സെഷൻ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. അതൊരു മോണ്ടിസോറി കോഴ്സിന്റെ ഒരു ഭാഗം തന്നെയാണ്. സോ അന്ന് അങ്ങനെ ചെയ്തു. അവരത് ഭംഗിയായിട്ട് തന്നെ അവരത് ചെയ്തു കേട്ടോ, നല്ലപോലെ തന്നെ അവർ ചെയ്തു. അവര് തമ്മിലൊരു കോർഡിനേറ്റ് ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ അങ്ങനെ പറഞ്ഞ ഒരു 3-4 ആള് ഇങ്ങനെ ഉണ്ടാവുന്നല്ലാതെ ബാക്കിയുള്ളവർ അപ്പോഴും സൈലന്റ് ആകും. അതുകൊണ്ട് ആ സമയമാകുമ്പോഴെങ്കിലും ഗ്രൂപ്പില് ഇപ്പോഴും ഉണരാതിരിക്കണവരൊന്ന് ഉണരണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല്. ഞാൻ ഈ സെമിനാർ ഒക്കെ എടുപ്പിക്കുന്നതിന്റെ ഒരു ഉദ്ദേശം അതാണ്. ക്ലാസ് ലീഡ് ചെയ്യാൻ നിങ്ങൾ ആകണം. പിന്നെ PDF വായിപ്പിക്കുന്നതും ഒക്കെ അത് ഉദ്ദേശമൊക്കെ തന്നെയാണ് കേട്ടോ. കലണ്ടർ മാത്രം ഞാൻ ജസ്റ്റ് ഇപ്പൊ ഒന്ന് പറയാം. നമ്മളൊരു കലണ്ടർ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ എനിക്ക് തോന്നുന്നു 2025 കലണ്ടർ ആയിരിക്കും നിങ്ങൾക്ക് നല്ലത് അല്ലെ?
ഇയർ തുടങ്ങുവാണല്ലോ. അപ്പൊ 2025 കലണ്ടർ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ കലണ്ടർ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ സാധാരണ കലണ്ടറിൽ അറിയാലോ. ഇപ്പൊ നമ്മുടെ കലണ്ടറിൽ ഇപ്പൊ മലയാളം, ഇംഗ്ലീഷ്, പിന്നെ അറബ് അത് ഉണ്ട്. നമുക്കത് എല്ലാം ഒന്നും നമുക്ക് എഴുതാൻ പറ്റില്ല. നമുക്ക് നമ്മൾ ഇംഗ്ലീഷ് ഡേറ്റ് ഇല്ലേ നമ്മളുടെ, നമ്മൾ ഫോളോ ചെയ്യുന്ന ഡേറ്റ് ഉണ്ടല്ലോ. ഇന്നിപ്പോ 2-ാം തീയതി. സോ ലൈക്ക് ആ ഡേറ്റുകൾ വെച്ച് തന്നെ ഓരോ മന്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ചെയ്തിട്ട് ഓരോ കലണ്ടറിന്റെ ഓരോ പേജ് ഉണ്ട്. ഇപ്പൊ ജനുവരിയുടെ പേജിനകത്ത് ഒരു കോട്ട് എഴുതണം. അത് റിലേറ്റഡ് വിത്ത് ചൈൽഡ് ഡെവലപ്മെന്റ് ആകാം. അല്ലെങ്കിൽ കൂടുതൽ ഞങ്ങൾക്ക് കൂടുതൽ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചൈൽഡ് ലേബർ, അതുപോലെ തന്നെ ചൈൽഡ് ബെഗ്ഗിങ്, ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന രീതിയിലുള്ള കോഡ്സ്. അതാണ് നമുക്ക് റെക്കോർഡ് ബുക്കിൽ. പക്ഷെ നിങ്ങൾ കോട്ട് എഴുതുമ്പോൾ എന്തായാലും കുട്ടികളായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോട്ട് തന്നെ എഴുതണം. ഞാൻ ജസ്റ്റ് ഒരെണ്ണം കാണിച്ചു തരാം. ജനുവരി എഴുതിയേക്കുവാണേ. ഇങ്ങനെ ബോക്സ് പോലെ ചെയ്തിട്ട് ഇവിടെ കോഡ്സ് എഴുതുക. ഞാൻ ലെഫ്റ്റ് സൈഡില് കലണ്ടർ എന്താണ് കലണ്ടറിന്റെ തീം എന്നുള്ളതാണ് എഴുതിയേക്കുന്നത്. എന്താണ് മേക്ക് എ ബ്യൂട്ടിഫുൾ കലണ്ടർ ടു ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് ചൈൽഡ് ലേബർ ആൻഡ് ചൈൽഡ് ബെഗ്ഗിങ്. ജാൻ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. മുകളിൽ 2017 ആയിരുന്നു അന്ന്. 2017 ഒരു കോട്ട് ഈ ഒരു ബോക്സിൽ എഴുതി. പിന്നെ കലണ്ടറിന്റെ ഡേറ്റ്സ്. സൺഡേ ആണല്ലോ, സൺഡേ അങ്ങനെ കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സെലക്ട് ചെയ്യാം. ഓക്കെ, കുറച്ചുകൂടി ഇനി ഇതിനകത്ത് വേറെയും എന്തെങ്കിലും ആഡ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. സേ നോ ടു ചൈൽഡ് ലേബർ ആൻഡ് സേ യെസ് ടു ചൈൽഡ് എഡ്യൂക്കേഷൻ. അതാണ് ജാനുവരി ഞാൻ കൊടുത്തിരുന്ന കോട്ട്. ഫെബ്രുവരി ആയപ്പോ ചൈൽഡ് ഇൻ പെയിൻ ഈസ് നോ ഗെയിൻ. പിന്നെ മാർച്ചില് എഡ്യൂക്കേഷൻ ഈസ് ദെയർ ബർത്ത് റൈറ്റ്. ഏപ്രിൽ ചിൽഡ്രൻ ഡിസേർവ് ബെറ്റർ. മെയ് ചൈൽഡ് ഈസ് മെന്റ് ടു ലേൺ നോട്ട് ടു ഏൺ. ജൂണില് കിഡ്സ് ഡിസേർവ് ടു ബി ഹാപ്പി, ഹെൽത്തി ആൻഡ് സേഫ്. അതിൽ തന്നെ എഴുതി ജൂൺ 12 എന്ന് പറയുന്നത് വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ. ജൂലൈയില് ലെറ്റ് ചിൽഡ്രൻ ബി ചിൽഡ്രൻ. നിങ്ങൾക്ക് കിട്ടും കുറെ കോഡ്സ്. എനിക്ക് അങ്ങനെ ഗൂഗിളിൽ എടുത്ത് കിട്ടിയതാണെന്നാണ് എനിക്ക് ഓർമ്മ. ഓഗസ്റ്റില് ചിൽഡ്രൻ ആർ എ വണ്ടർഫുൾ ഗിഫ്റ്റ്. സെപ്റ്റംബർ ദർ ഇസ് എ ബ്രില്യന്റ് ചൈൽഡ് ലോക്ഡ് inside every student. October, small hands can handle a pen better. November, school is the best place to work. December, don't ask children to take tool, instead send them to school. എന്നിട്ട് ലാസ്റ്റ് പേജിൽ ഡിസംബർ ഇവിടെ വന്നേ. ഡിസംബർ ഇവിടെ വന്നു. ഇവിടെ ഒരു പേജ് നമുക്ക് വരുന്നുണ്ടല്ലോ. അല്ല, രണ്ട് സൈഡും യൂസ് ചെയ്ത് അങ്ങനെ കേട്ടോ പോയത്. ഇവിടെ ഒരു പേജ് വന്നതില് മറിയ മോണ്ടിസോറിയുടെ ഒരു ഫോട്ടോ എഴുതിയാണ് അവസാനിപ്പിച്ചത്. ഡു നോട്ട് ഇറൈസ് ദ ഡിസൈൻസ് ദ ചൈൽഡ് മേക്ക് ഇൻ ദ സോഫ്റ്റ് വാക്സ് ഓഫ് ഹിസ് ഇന്നർ ലൈഫ്. മറിയ മോണ്ടിസോറിയുടെ ഇഷ്ടംപോലെ ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടുള്ള കോഡ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ കിട്ടും. ഈ റെക്കോർഡ് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലെ. സോ ഞാനത് പറഞ്ഞു തരാം നെക്സ്റ്റ് ക്ലാസ്സിൽ. ഇനിയിപ്പോ നമുക്ക് സമയമായിട്ട് 1:30 ക്ലാസ്സും ഉണ്ട്. ഇത് പറഞ്ഞുതരാം. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ചുമ്മാ ഇത് കളക്ട് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് ഇതിന്റെ ആൻസർ ഒന്നും കണ്ടുപിടിക്കേണ്ട അങ്ങനത്തെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. സോ ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഈ റെക്കോർഡ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. അപ്പൊ നമ്മള് മൊഡ്യൂൾ 3 ആകുമ്പോഴേക്കും അപ്പാരറ്റസ് റെക്കോർഡ് എഴുതാനായിട്ട് റെഡി ആയി വരുമ്പോൾ ബാക്കി 4 റെക്കോർഡും കംപ്ലീറ്റ് ആയിരിക്കുവാണെങ്കിൽ എളുപ്പമുണ്ട്. പറ്റുന്ന പോലെ വേഗം കംപ്ലീറ്റ് ചെയ്യുക. പെൻഡിങ് വർക്ക്സ് ഒക്കെ മാറ്റി വയ്ക്കുക. സർവേയും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, വേറെ എന്താ? നമ്മുടെ നമ്മുടെ എക്സാമിന് മുമ്പേ മോഡൽ ക്വസ്റ്റ്യൻസ് തരുമോ മിസ്സേ? നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ കഴിയുമ്പോ എക്സാം ഇല്ലേ, അപ്പൊ അതിന് മുന്നേ മോഡൽ ക്വസ്റ്റ്യൻസ് തരുമോ? ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ 2 ബാച്ചിന് മോഡൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് കൊടുത്തിട്ടില്ല. എല്ലാ യൂണിറ്റ് കഴിയുമ്പോഴുള്ള മോക്ക് ടെസ്റ്റ് മാത്രമേ ഉള്ളൂ അവർക്ക്. അതുപോലെ തന്നെയാണ് ഈ ടേം എക്സാമിന്റെ ക്വസ്റ്റ്യൻസും. MCQ തന്നെയാണ്. പിന്നെ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നേ ഉള്ളൂ. യെസ്, വേറെ ആരും എന്ത് പറയുന്നു? കലണ്ടറിന്റെ റെക്കോർഡ് ഏത് റെക്കോർഡിലാണ് എഴുതേണ്ടത്? ഇനി വരാൻ പോകുന്ന 4th വൺ കിഡ്സ് ആക്ടിവിറ്റി ബുക്കില്ലേ, പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്കിൽ അതിൽ വരുന്നതാണേ. ഞാനത് പറഞ്ഞു നമ്മൾ വിചാരിച്ചിട്ടാ പറഞ്ഞത്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്നെ ഒന്ന് ഓർപ്പിക്കണം ആ റെക്കോർഡിനെ പറ്റി പറയാൻ.
അതും കൂടി Sign out. യെസ് പ്ലീസ്. Sign out. Don't say anyone feel bad enough to get the whole love of the world. ലോകത്തിന്റെ മുഴുവൻ സ്നേഹം കൈവരാൻ ഒന്നു മാത്രം മതി. ആരെയും പറ്റി മോശമായി പറയാതിരിക്കുക. Sign out by Ragi. Very good. Okay, thank you so much and have a nice day. The next week. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.